ഹലോ ഓൾ, വെൽക്കം ടു ദിസ് അക്കാഡമി. നമ്മൾ റെഗുലറായിട്ട് കണ്ടക്ട് ചെയ്യാറുള്ള വീക്ക്ലി കറണ്ട് അഫയേഴ്സിൻ്റെ പുതിയൊരു സെഷനാണ് നമ്മളിന്ന് കണ്ടക്ട് ചെയ്യുന്നത്. ആൻഡ് ഈ ഒരു സെഷനിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് April 1 മുതൽ April 8 വരെയുള്ള കറണ്ട് അഫയേഴ്സ് റിലേറ്റഡ് ക്വസ്റ്റ്യൻസ് ആണ്. അപ്പോൾ ഒട്ടും തന്നെ ടൈം വേസ്റ്റ് ചെയ്യേണ്ട, നമുക്ക് നേരെ ക്വസ്റ്റ്യൻസിലേക്ക് പോകാം. ഓക്കെ, ഫസ്റ്റ് ക്വസ്റ്റ്യൻ. The Samrat Samriddhi Museum was inaugurated in which state? So recent ആയിട്ട് പ്രൈം മിനിസ്റ്റർ നരേന്ദ്രമോദി ഇനാഗുറേറ്റ് ചെയ്തിട്ടുള്ള ഒരു മ്യൂസിയമാണ് സാമ്രാട്ട് സമൃദ്ധി മ്യൂസിയം. ഇത് ഏത് സ്റ്റേറ്റിലാണ് ഉള്ളത് എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. ഓപ്ഷൻ എ രാജസ്ഥാൻ, ഓപ്ഷൻ ബി മധ്യപ്രദേശ്, ഓപ്ഷൻ സി ഗുജറാത്ത് ആൻഡ് ഓപ്ഷൻ ഡി മഹാരാഷ്ട്ര. ഇവയിൽ ഏത് സ്റ്റേറ്റിലാണ് സാമ്രാട്ട് സമൃദ്ധി മ്യൂസിയം സിറ്റുവേറ്റ് ചെയ്തിരിക്കുന്നത് എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. ദ കറക്റ്റ് ആൻസർ ഈസ് ഓപ്ഷൻ സി ഗുജറാത്ത്. സോ ഗുജറാത്തിലാണ് സാമ്രാട്ട് സമൃദ്ധി മ്യൂസിയം എന്ത് ചെയ്തത് റീസെന്റ് ആയിട്ട് പ്രൈം മിനിസ്റ്റർ നരേന്ദ്രമോദി ഇനാഗുറേറ്റ് ചെയ്തിട്ടുള്ളത്. സോ ഗുജറാത്തിലെ തന്നെ ഗാന്ധിനഗറിലാണ് സാമ്രാട്ട് സമൃദ്ധി മ്യൂസിയം എന്ത് ചെയ്തിരിക്കുന്നത് ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത്. ഇനി ഒരു സാമ്രാട്ട് സമൃദ്ധി മ്യൂസിയം എന്ന് പറയുന്നത് ജൈനിസത്തിന് വേണ്ടിയിട്ട് ഡെഡിക്കേറ്റ് ചെയ്തിട്ടുള്ള ഒരു മ്യൂസിയമാണ്. ഇറ്റ് ഈസ് ഡെഡിക്കേറ്റഡ് ടു ജൈനിസം. സോ ജൈനിസത്തിന് വേണ്ടിയിട്ട് ഡെഡിക്കേറ്റ് ചെയ്തിട്ടുള്ള ഒരു മ്യൂസിയമാണെന്ന് ഈ ഒരു സാമ്രാട്ട് സമൃദ്ധി മ്യൂസിയം എന്ന് പറയുന്നത്. സോ ഇറ്റ് ഈസ് ഡെഡിക്കേറ്റഡ് ടു ജൈനിസം. ഇനി ഈ ഒരു സാമ്രാട്ട് സമൃദ്ധി മ്യൂസിയം എന്നാണ് മ്യൂസിയത്തിന്റെ പേരെന്ന് നമ്മൾ പറഞ്ഞു. അപ്പോൾ ആരാണ് ഈ സാമ്രാട്ട് സമൃദ്ധി? ഹു വാസ് സാമ്രാട്ട് സമൃദ്ധി? ആരായിരുന്നു സാമ്രാട്ട് സമൃദ്ധി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഹി വാസ് എ ഗ്രാൻഡ് സൺ ഓഫ് അശോക. സോ അശോക ദ ഗ്രേറ്റിന്റെ ഗ്രാൻഡ് സൺ ആയിരുന്നു സാമ്രാട്ട് സമൃദ്ധി എന്ന് പറയുന്നത്. ഹി വാസ് എ ഗ്രാൻഡ് സൺ ഓഫ് അശോക ദ ഗ്രേറ്റ്. സോ അശോക ദ ഗ്രേറ്റിന്റെ ഗ്രാൻഡ് സൺ ആയിരുന്നു സാമ്രാട്ട് സമൃദ്ധി എന്ന് പറയുന്നത്. സോ സാമ്രാട്ട് സമൃദ്ധി വാസ് ദി ഗ്രാൻഡ് സൺ ഓഫ് ദ ഗ്രേറ്റ് അശോക. സോ ദ ഗ്രേറ്റ് അശോകയുടെ ഗ്രാൻഡ് സൺ ആയിരുന്നു സാമ്രാട്ട് സമൃദ്ധി എന്ന് പറയുന്നത്. ആൻഡ് സാമ്രാട്ട് സമൃദ്ധി അറിയപ്പെടുന്ന മറ്റൊരു പോപ്പുലർ പേര് എന്ന് പറയുന്നത് ഇറ്റ് വാസ് ജെയിൻ അശോക എന്നുള്ള പേരിലാണ് സാമ്രാട്ട് സമൃദ്ധി എന്ത് ചെയ്തത് കൂടുതൽ പോപ്പുലർ ആയിട്ട് അറിയപ്പെടുന്നത്. ഹി വാസ് പോപ്പുലർലി നോൺ ആസ് ജെയിൻ അശോക. സോ സാമ്രാട്ട് സമൃദ്ധി എന്ന് പറയുന്നത് അശോകയുടെ ഗ്രാൻഡ് സൺ ആയിരുന്നു. ആൻഡ് അദ്ദേഹം ഫേമസ് ആയിട്ട് അറിയപ്പെടുന്ന പേരെന്ന് പറയുന്നത് ഇറ്റ് വാസ് ജെയിൻ അശോക എന്നുള്ള പേരിലാണ് എന്ത് ചെയ്തത് അദ്ദേഹം ഫേമസ് ആയിട്ട് അറിയപ്പെട്ടിരുന്നത്. ഇനി അതുപോലെ തന്നെ ഇദ്ദേഹം ജൈനിസത്തിന് ഡെഡിക്കേറ്റ് ചെയ്ത മ്യൂസിയം ആണെന്ന് നമ്മൾ പറഞ്ഞു. അതുപോലെ തന്നെ സാമ്രാട്ട് സമൃദ്ധി എന്ന് പറയുന്നത് ജൈനിസത്തിന്റെ വലിയൊരു ഫോളോവർ ആയിരുന്നു. ആൻഡ് ഇദ്ദേഹം ഫോളോ ചെയ്തിരുന്നത് ശ്വേതാംബര സെക്റ്റിനെയായിരുന്നു. സോ ശ്വേതാംബര സെക്ട് ഓഫ് ജൈനിസത്തിനെയാണ് എന്ത് ചെയ്തത് ഇദ്ദേഹം ഫോളോ ചെയ്തുകൊണ്ടിരുന്നത്. ഹി ഫോളോഡ് ദി ശ്വേതാംബര സെക്ട് ഓഫ് ജൈനിസം. അതായത് സാമ്രാട്ട് അശോക ഫോളോ ചെയ്തിരുന്നത് ശ്വേതാംബര സെക്റ്റിനെയാണ്. സോ ശ്വേതാംബര സെക്ട് എന്ന് പറയുമ്പോൾ വൈറ്റ് ക്ലോത്ത്സ്, അതായത് വെള്ള വസ്ത്രം ധരിക്കുന്ന ജൈനിസത്തിന്റെ സെക്ട് ആണെന്ന് ഈ ഒരു ശ്വേതാംബര സെക്ട് എന്ന് പറയുന്നത്. സോ നമുക്ക് ജൈനിസത്തിനെ മെയിനായിട്ട് രണ്ട് സെക്ടാക്കി ഡിവൈഡ് ചെയ്യാനായിട്ട് സാധിക്കും. ശ്വേതാംബര സെക്ട് എന്നും ദിഗംബര സെക്ട് എന്നും. അതിൽ ശ്വേതാംബര സെക്ട്, അതായത് വൈറ്റ് ക്ലോത്ത്സ് വിയർ ചെയ്യുന്ന വെള്ള വസ്ത്രം ധരിക്കുന്ന ശ്വേതാംബര സെക്ട് ആയിരുന്നു സാമ്രാട്ട് സമൃദ്ധി എന്ത് ചെയ്തുകൊണ്ടിരുന്നത് ഫോളോ ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ ഇതാണ് സാമ്രാട്ട് സമൃദ്ധി മ്യൂസിയത്തിനെ കുറിച്ച് അറിഞ്ഞിരിക്കേണ്ട ബേസിക് ആയിട്ടുള്ള ചില ഫാക്ട്സ് എന്ന് പറയുന്നത്. ഓക്കെ, നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോകാം. സോ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് റീസെൻ്റ്ലി ഓൺ UGC's അഡ്വൈസ്, യൂണിവേഴ്സിറ്റി ഗ്രാൻറ്റ്സ് കമ്മീഷൻ ഓർ UGC അഡ്വൈസിൻ്റെ ബേസിസിൽ മിനിസ്ട്രി ഓഫ് എഡ്യൂക്കേഷൻ NCERTക്ക് റീസെൻ്റ് ആയിട്ട് കൊടുത്തിട്ടുള്ള സ്റ്റാറ്റസ് എന്താണ് അണ്ടർ ദ ഡിസ്റ്റിങ്ക്ട് കാറ്റഗറി? സോ റീസെൻ്റ്ലി ഓൺ UGC's അഡ്വൈസ് ദ മിനിസ്ട്രി ഓഫ് എഡ്യൂക്കേഷൻ ഗ്രാൻഡഡ് NCERT വിച്ച് സ്റ്റാറ്റസ് അണ്ടർ എ ഡിസ്റ്റിങ്ക്ട് കാറ്റഗറി? അപ്പോൾ UGCയുടെ അഡ്വൈസിൻ്റെ ബേസിസിൽ മിനിസ്ട്രി ഓഫ് എഡ്യൂക്കേഷൻ NCERTക്ക് റീസെൻ്റ് ആയിട്ട് കൊടുത്തിട്ടുള്ള സ്റ്റാറ്റസ് എന്താണ് എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. ഓപ്ഷൻ എ സെൻട്രൽ യൂണിവേഴ്സിറ്റി, ഓപ്ഷൻ ബി ഇൻസ്റ്റിറ്റ്യൂഷൻ ഓഫ് നാഷണൽ ഇമ്പോർട്ടൻസ്, ഓപ്ഷൻ സി ഇൻസ്റ്റിറ്റ്യൂഷൻ ഡീംഡ് ടു ബി എ യൂണിവേഴ്സിറ്റി ആൻഡ് ഓപ്ഷൻ ഡി സ്റ്റേറ്റ് യൂണിവേഴ്സിറ്റി. ഇതിൽ ഏത് സ്റ്റാറ്റസ് ആണ് ഇപ്പോൾ റീസെൻ്റ് ആയിട്ട് NCERTക്ക് കൊടുത്തിരിക്കുന്നത് എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. സോ ദ കറക്റ്റ് ആൻസർ ഈസ് ഓപ്ഷൻ സി ഇൻസ്റ്റിറ്റ്യൂഷൻ ഡീംഡ് ടു ബി എ യൂണിവേഴ്സിറ്റി. അപ്പോൾ റീസെൻ്റ് ആയിട്ട് NCERTക്ക് മിനിസ്ട്രി ഓഫ് എഡ്യൂക്കേഷൻ കൊടുത്തിരിക്കുന്ന സ്റ്റാറ്റസ് ആണ് ഇൻസ്റ്റിറ്റ്യൂഷൻ ഡീംഡ് ടു ബി എ യൂണിവേഴ്സിറ്റി. ഈ ഒരു സ്റ്റാറ്റസ് കിട്ടിയത് കൊണ്ട് തന്നെ ഇനി NCERTക്ക് എന്ത് ചെയ്യാൻ സാധിക്കും? ഗ്രാജുവേഷൻ കോഴ്സസിനും പോസ്റ്റ് ഗ്രാജുവേഷൻ കോഴ്സസിനും സ്വന്തമായിട്ട് കരിക്കുലമൊക്കെ ഫിക്സ് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ ഇതാണ് ഈ ഒരു സ്റ്റാറ്റസിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത്. UGCയുടെ അഡ്വൈസിൻ്റെ ബേസിലാണ് എന്ത് ചെയ്തിട്ടുള്ളത് NCERTക്ക് ഈ ഒരു സ്റ്റാറ്റസ് മിനിസ്ട്രി ഓഫ് എഡ്യൂക്കേഷൻ കൊടുത്തിട്ടുള്ളത്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ.
ദി ആൻറ്റി നക്സൽ ഫോഴ്സ് കോബ്ര ഈസ് അസോസിയേറ്റഡ് വിത്ത് വിച്ച് ലാർജ് സെക്യൂരിറ്റി സെറ്റപ്പ്? ഏത് സെക്യൂരിറ്റി ഫോഴ്സിൻ്റെ ഒരു എന്താണ് സെപ്പറേറ്റ് ടാസ്ക് ഫോഴ്സ് അല്ലെങ്കിൽ സെപ്പറേറ്റ് ഫോഴ്സ് ആണ് കോബ്ര എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. സോ കോബ്ര എന്ന് പറയുന്നത് നക്സലിസത്തിനെതിരെ ഫൈറ്റ് ചെയ്യുന്ന ഒരു ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള യൂണിറ്റ് ആണ്, ഒരു ആൻറ്റി നക്സൽ ഫോഴ്സ് ആണ്. ഈ ഒരു കോബ്ര എന്ന് പറയുന്നത് ഏത് ലാർജർ സെക്യൂരിറ്റി സെറ്റപ്പിൻ്റെ പാർട്ടാണ് എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്. ഓപ്ഷൻ എ BSF, ഓപ്ഷൻ ബി CAPF, ഓപ്ഷൻ സി CRPF ആൻഡ് ഓപ്ഷൻ ഡി ആസാം റൈഫിൾസ്. ഇവയിൽ ഏത് സെക്യൂരിറ്റി ഫോഴ്സിൻ്റെ ഒരു യൂണിറ്റ് ആണ് കോബ്ര എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. ദ കറക്റ്റ് ആൻസർ ഈസ് ഓപ്ഷൻ സി CRPF. സോ CRPF ആണ് കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത്, സെൻട്രൽ റിസർവ് പോലീസ് ഫോഴ്സ്. സെൻട്രൽ റിസർവ് പോലീസ് ഫോഴ്സിൻ്റെ ഒരു യൂണിറ്റ് ആണെന്ത് കോബ്ര എന്ന് പറയുന്നത്. ആൻഡ് കോബ്ര എന്ന് പറയുന്നത് നക്സലിസത്തിനെതിരെ ഫൈറ്റ് ചെയ്യുന്ന ഒരു ആൻറ്റി നക്സൽ ഫോഴ്സ് ആണ്. സോ കോബ്ര ഈസ് എ ആൻറ്റി നക്സൽ ഫോഴ്സ്. സോ കോബ്രയുടെ എക്സ്പാൻഷൻ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കമാൻഡോ ബറ്റാലിയൻ ഫോർ റെസല്യൂട്ട് ആക്ഷൻ. ഇതാണ് കോബ്രയുടെ എക്സ്പാൻഷൻ എന്ന് പറയുന്നത്. കമാൻഡോ ബറ്റാലിയൻ ഫോർ റെസല്യൂട്ട് ആക്ഷൻസ്. കമാൻഡോ ബറ്റാലിയൻ ഫോർ റെസല്യൂട്ട് ആക്ഷൻ എന്നുള്ളതാണ് കോബ്രയുടെ എക്സ്പാൻഷൻ എന്ന് പറയുന്നത്. സോ കോബ്ര സ്റ്റാൻഡ്സ് ഫോർ കമാൻഡോ ബറ്റാലിയൻ ഫോർ റെസല്യൂട്ട് ആക്ഷൻ. അപ്പോൾ ഈ കോബ്ര എന്ന് പറയുന്ന CRPF സെൻട്രൽ റിസർവ് പോലീസ് ഫോഴ്സിൻ്റെ ഒരു യൂണിറ്റ് ആണ്. നക്സലിസത്തിനെതിരെ ഫൈറ്റ് ചെയ്യാനായിട്ട് ഉണ്ടാക്കിയിരിക്കുന്ന ഒരു സെപ്പറേറ്റ് യൂണിറ്റ് ആണെന്ത് ഈ ഒരു കോബ്ര ഫോഴ്സ് എന്ന് പറയുന്നത്. ഇനി എന്തുകൊണ്ട് ഇത് ക്വസ്റ്റ്യനകത്ത് അല്ലെങ്കിൽ എന്തുകൊണ്ട് ഇത് ന്യൂസിനകത്ത് വന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ റീസെൻ്റ് ആയിട്ട് നമ്മുടെ യൂണിയൻ ഹോം മിനിസ്റ്റർ അമിത് ഷാ ഒരു ഡിക്ലറേഷൻ പാർലമെൻറ്റിൽ വെച്ചിട്ട് ഒരു ഡിക്ലറേഷൻ നടത്തിയായിരുന്നു. ദാറ്റ് ഈസ് ഓൺ 31st March 2026. 31st March 2026 നമ്മുടെ യൂണിയൻ ഹോം മിനിസ്റ്റർ ആയിട്ടുള്ള അമിത് ഷാ പാർലമെൻറ്റിൽ ഒരു ഡിക്ലറേഷൻ നടത്തി. ആ ഒരു ഡിക്ലറേഷൻ എന്ന് പറയുന്നത് ഇന്ത്യ ഈസ് നക്സൽ ഫ്രീ. സോ ഇന്ത്യ എന്ന് പറയുന്നതാണ് ഇറ്റ്സ് കംപ്ലീറ്റ്ലി നക്സൽ ഫ്രീ. സോ ഇന്ത്യ എന്ന് പറയുന്നതാണ് ഇറ്റ് ഈസ് കംപ്ലീറ്റ്ലി നക്സൽ ഫ്രീ. ഇന്ത്യ കംപ്ലീറ്റ് ആയിട്ട് നക്സലിസത്തിൽ നിന്ന് എന്ത് മുക്തമായിട്ടുണ്ട് എന്ന് പാർലമെൻറ്റിൽ ഓൺ റെക്കോർഡ്സ് ഒഫീഷ്യലി എന്ത് ചെയ്തു, അദ്ദേഹം ഡിക്ലെയർ ചെയ്തു. സോ ഓൺ 31st March 2026 ഇന്ത്യയുടെ ഹോം മിനിസ്റ്റർ ആയിട്ടുള്ള അമിത് ഷാ പാർലമെന്റിൽ വെച്ചിട്ട് ഒഫീഷ്യലി ഡിക്ലെയർ ചെയ്തു ഇന്ത്യ ഈസ് ഫ്രീ ഓഫ് നക്സലിസം. ഇന്ത്യ എന്ന് പറയുന്നതാണ് നക്സലിസത്തിൽ നിന്ന് കംപ്ലീറ്റ്ലി ഫ്രീ ആണ്. നക്സലിസം കംപ്ലീറ്റ് ആയിട്ട് എന്ത് ചെയ്തിട്ടുണ്ട്, ഇന്ത്യയിൽ നിന്ന് റിമൂവ് ചെയ്തിട്ടുണ്ട് എന്നുള്ള കാര്യം എന്ത് ചെയ്തു, ഒഫീഷ്യലി ഡിക്ലെയർ ചെയ്തു. ഇനി ഈ നക്സലിസം എന്ന് പറയുന്നത് 1967 എന്ത് ചെയ്തിട്ടുള്ളത്, ഇന്ത്യയിൽ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത്. സോ നക്സലിസം എന്ന് പറയുന്നത് 1967 ഇന്ത്യയിൽ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ള ഒരു മൂവ്മെന്റ് ആണ്. 1967 ഇന്ത്യയിൽ സ്റ്റാർട്ട് ചെയ്ത മൂവ്മെന്റ് ആണെന്ത് ഈ ഒരു നക്സലിസം എന്ന് പറയുന്നത്. ആൻഡ് നക്സലിസം സ്റ്റാർട്ട് ചെയ്തത് നക്സൽബാറി ഡിസ്ട്രിക്റ്റിൽ നിന്നാണ്. സോ നക്സൽബാറി, വെസ്റ്റ് ബംഗാളിലുള്ള നക്സൽബാറി ഡിസ്ട്രിക്റ്റിൽ നിന്നാണ് ഈ ഒരു മൂവ്മെന്റ് സ്റ്റാർട്ട് ചെയ്തത്. അതുകൊണ്ടാണ് നമ്മൾ ഇതിനെ കോമൺലി ആയിട്ട് നക്സലിസം എന്ന് പറയുന്നത്. സോ നക്സൽബാറി ഡിസ്ട്രിക്റ്റ് ഓഫ് വെസ്റ്റ് ബംഗാൾ. വെസ്റ്റ് ബംഗാളിലെ നക്സൽബാറി ഡിസ്ട്രിക്റ്റിൽ നിന്നാണ്, നക്സൽബാറി വില്ലേജ്. സോ നക്സൽബാറി വില്ലേജ്, വെസ്റ്റ് ബംഗാളിലെ നക്സൽബാറി വില്ലേജിൽ നിന്നാണ് എന്ത് ചെയ്യുന്നത്, ഈ ഒരു നക്സലിസം 1967 അല്ലെങ്കിൽ ഈ ഒരു മൂവ്മെന്റ് 1967 സ്റ്റാർട്ട് ചെയ്തത്. അതുകൊണ്ടാണ് ഈ ഒരു മൂവ്മെന്റിനെ ഫേമസ് ആയിട്ട് എന്ത് ചെയ്യുന്നത്, നക്സലിസം എന്ന് വിളിക്കുന്നത്. ബട്ട് ഇപ്പോൾ എന്ത് ചെയ്തിട്ടുണ്ട്, ഇന്ത്യ കംപ്ലീറ്റ് ആയിട്ട് നക്സലിസിൽ നിന്ന് ഫ്രീ ആയിട്ടുണ്ട്. ഇന്ത്യയിൽ എന്തില്ല, ഇനി മുതൽ നക്സൽ മൂവ്മെന്റുകൾ ഉണ്ടാകില്ല, കംപ്ലീറ്റ് ആയിട്ട് എന്ത് ചെയ്തു, അത് റിമൂവ് ചെയ്തു എന്ന് ഒഫീഷ്യലി എന്ത് ചെയ്തിട്ടുണ്ട്, അമിത്ഷാ ഡിക്ലെയർ ചെയ്തിട്ടുണ്ട്. അതായത് ഈ കോബ്ര എന്നുള്ള ഡെഡിക്കേറ്റഡ് യൂണിറ്റ് എസ്റ്റാബ്ലിഷ് ചെയ്യുന്നതാണ് സക്സസ്ഫുൾ ആയിട്ടുണ്ട്. നക്സലിസത്തിന് എന്ത് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്, നമുക്ക് റിമൂവ് ചെയ്യാനായിട്ട് സാധിച്ചിട്ടുണ്ട്. ഇനി നിങ്ങൾ വരാൻ പോകുന്ന SSC എക്സാംസിന് വേണ്ടിയിട്ട്, അതായത് ഇനി വരാൻ പോകുന്ന SSC CGL ആയിക്കോട്ടെ, CHSL ആയിക്കോട്ടെ, MTS ആയിക്കോട്ടെ, ഏത് എക്സാമും ആയിക്കോട്ടെ, വരാൻ പോകുന്ന എല്ലാ SSC എക്സാംസും നിങ്ങൾ പ്രിപ്പയർ ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്നു. എല്ലാ എക്സാംസും നിങ്ങൾക്ക് എഴുതിയാൽ കൊള്ളാമെന്നുണ്ട്. പക്ഷേ എല്ലാ എക്സാംസിനും വേണ്ടിയിട്ട് സെപ്പറേറ്റ് കോഴ്സ് എടുക്കാനായിട്ട് നിങ്ങൾക്ക് ഫൈനാൻഷ്യലി നിങ്ങൾ ഓക്കെ അല്ല, മെൻ്റലി നിങ്ങൾ ഓക്കെ അല്ല എന്നുണ്ടെങ്കിൽ എല്ലാ SSC എക്സാംസിനും നിങ്ങൾക്ക് ഒരു വൺ ടൈം സൊല്യൂഷൻ എന്നുള്ള രീതിയിൽ ദിശ അക്കാഡമി ഏറ്റവും പുതിയൊരു കോഴ്സ് ലോഞ്ച് ചെയ്തിട്ടുണ്ട്. അതാണ് SSC പ്രീമിയം ബാച്ച് എന്ന് പറയുന്നത്. അതായത് എല്ലാ എക്സാംസിനും വേണ്ടിയിട്ടുള്ള ഒരു സിംഗിൾ കോഴ്സ്. ഈ ഒരു കോഴ്സ് പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് SSCയുടെ എല്ലാ എക്സാംസും എന്ത് ചെയ്യാൻ സാധിക്കും,
സാധിക്കും, ക്രാക്ക് ചെയ്യാനായിട്ട് സാധിക്കും. ആ രീതിയിലാണ് നമ്മൾ സിലബസ് സ്ട്രക്ചർ ചെയ്തിരിക്കുന്നതും ക്ലാസ്സസ് എന്ത് ചെയ്യുന്നത് പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു ബാച്ച് നമ്മളിപ്പോൾ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളൂ, അതായത് ഏപ്രിൽ ഫസ്റ്റ് വീക്കിൽ മാത്രമാണ് ഈ ഒരു ബാച്ച് സ്റ്റാർട്ട് ചെയ്യുന്നത്. വളരെ ഫ്രഷ് ആയിട്ടുള്ളൊരു ബാച്ചാണ്. നിങ്ങൾ ഇനി വരാൻ പോകുന്ന SSC എക്സാംസ് എഴുതാനായിട്ട് പോകുന്നു. നിങ്ങൾക്ക് ഫ്രം ദ ഫൗണ്ടേഷൻ ലെവൽ അല്ലെങ്കിൽ ഫ്രം ദ ബേസിക് ലെവൽ ക്ലാസ്സസ് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാൻ പറ്റുന്ന ഒരു ബാച്ചാണ് SSC പ്രീമിയം ബാച്ച് എന്ന് പറയുന്നത്. ഈ ഒരു ബാച്ച് വളരെ അഫോർഡബിൾ ആയിട്ട് റേറ്റിലാണ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത്. ജസ്റ്റ് 4,999 rupees മാത്രമാണ് ഈ ഒരു കോഴ്സിനായിട്ട് നമ്മൾ ചാർജ് ചെയ്യുന്നത്. ഈ ഒരു കോഴ്സിനകത്ത് നിങ്ങൾക്ക് ജോയിൻ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിലോ അല്ലെങ്കിൽ ഈ കോഴ്സിനെ കുറിച്ചുള്ള ഫർദർ ഡീറ്റെയിൽസ് വേണമെന്നുണ്ടെങ്കിലോ ഈ ഒരു നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി. 8075753676. സോ 8075753676 ഈ ഒരു നമ്പറിൽ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു കോഴ്സിനകത്ത് ജോയിൻ ചെയ്യാൻ കഴിയും. ആൻഡ് എന്തെങ്കിലും ക്വയറീസ് ഉണ്ടെങ്കിലും ഈ ഒരു നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി, അവർ നിങ്ങളെ ഗൈഡ് ചെയ്തോളും. ഇനി നിങ്ങൾ SSC എക്സാംസിനല്ല, റെയിൽവേയുടെ എക്സാംസിനാണ് പ്രിപ്പയർ ചെയ്യുന്നത്. റെയിൽവേയുടെ എല്ലാ എക്സാംസും നിങ്ങൾക്ക് എഴുതാൻ താല്പര്യമുണ്ട്. സ്റ്റാർട്ടിങ് ഫ്രം ഗ്രൂപ്പ് ഡി എക്സാം മുതൽ NTPC ഗ്രാജുവേറ്റ്, NTPC അണ്ടർ ഗ്രാജുവേറ്റ്, ജൂനിയർ എഞ്ചിനീയർ, അങ്ങനെ 10th ലെവൽ മുതൽ ഗ്രാജുവേറ്റ് ലെവൽ ക്വാളിഫിക്കേഷൻ വരെയുള്ള എല്ലാ റെയിൽവേയുടെ എക്സാമിനും നിങ്ങൾക്ക് പ്രിപ്പയർ ചെയ്യാൻ താല്പര്യമുണ്ട്. ബട്ട് എല്ലാത്തിനും സെപ്പറേറ്റ് കോഴ്സ് എടുക്കാൻ വയ്യെന്നുണ്ടെങ്കിൽ അതിനും നമ്മുടെ മുമ്പിൽ ഒരു ഓപ്ഷൻ ഉണ്ട്. അതാണ് ദിശ അക്കാഡമിയുടെ RRB പ്രീമിയം ബാച്ച് എന്ന് പറയുന്നത്. SSC പ്രീമിയം ബാച്ച് പോലെ തന്നെ RRB പ്രീമിയം ബാച്ച്. ഇത് എല്ലാ റെയിൽവേ എക്സാംസിനും വേണ്ടിയിട്ടുള്ള ഒരു സിംഗിൾ കോഴ്സാണ്. ഈ ഒരു കോഴ്സിൻ്റെ സിലബസ് നമ്മൾ പ്രിപ്പയർ ചെയ്യുന്നത് എല്ലാ എക്സാംസിനും യൂസ്ഫുൾ ആകുന്ന രീതിയിലാണ്. അതുപോലെയാണ് നമ്മൾ ക്ലാസ്സസ് പ്രൊവൈഡ് ചെയ്യുന്നത്. ആൻഡ് ഈ ഒരു കോഴ്സും വളരെ അഫോർഡബിൾ ആയിട്ടുള്ള റേറ്റിലാണ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത്. ജസ്റ്റ് 4,500 rupees മാത്രമേ ഈ ഒരു ബാച്ചിന് നിങ്ങൾ പേ ചെയ്യേണ്ട ആവശ്യമായിട്ടുള്ളൂ. ഈ ഒരു ബാച്ച് നമ്മൾ സ്റ്റാർട്ട് ചെയ്തിരിക്കുന്ന ഏപ്രിൽ ഫസ്റ്റ് വീക്കിലാണ്. ക്ലാസ്സസ് ഒക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളൂ, ഓറിയന്റേഷൻ ക്ലാസ്സസ് നടക്കുന്നതേ ഉള്ളൂ. അപ്പോൾ ഈ ഒരു ക്ലാസ്സിനകത്ത് അല്ലെങ്കിൽ ഈ ഒരു കോഴ്സിനകത്ത് നിങ്ങൾക്ക് ജോയിൻ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിലോ ഈ ഒരു കോഴ്സിനെ കുറിച്ചുള്ള ഫർദർ ഡീറ്റെയിൽസ് വേണമെന്നുണ്ടെങ്കിലോ ഈ ഒരു നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി. 8075753676. ഈ ഒരു നമ്പറിൽ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ ഒരു കോഴ്സിനെ കുറിച്ചുള്ള ഫർദർ ഡീറ്റെയിൽസ് കിട്ടും. അതുപോലെ തന്നെ ജോയിൻ ചെയ്യാനും സാധിക്കും. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. കൺസിഡർ ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ്സ് റിഗാർഡിംഗ് ദി ആർട്ടമിസ് 2 മിഷൻ. സോ ആർട്ടമിസ് 2 മിഷനുമായിട്ട് ബന്ധപ്പെട്ട് 2 സ്റ്റേറ്റ്മെന്റ്സ് തന്നിട്ടുണ്ട്. ഇതിലേതാണ് കറക്റ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. Option so first statement, it is the first crewed mission to land on the lunar surface since the conclusion of the Apollo program. First statement എന്ന് പറയുന്നത് it is the first crewed mission to land on the lunar surface since the conclusion of the Apollo program. Second statement, the spacecraft will utilize a free return trajectory around the moon. അപ്പോൾ ഇതിൽ ഏത് സ്റ്റേറ്റ്മെന്റ് ആണ് കറക്റ്റ് ആണ് എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. ഓപ്ഷൻ എ 1 only, ഓപ്ഷൻ ബി 2 only, ഓപ്ഷൻ സി ബോത്ത് 1 and 2, ആൻഡ് ഓപ്ഷൻ ഡി നെയ്തർ 1 nor 2. ഇതിൽ ഏതൊക്കെ സ്റ്റേറ്റ്മെന്റ്സ് ആണ് കറക്റ്റ് എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. നമുക്ക് ഓരോ സ്റ്റേറ്റ്മെന്റ് ആയിട്ട് നോക്കാം. ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് എന്തായിരുന്നു? ഇറ്റ് ഈസ് എ ഫസ്റ്റ് ക്രൂഡ് മിഷൻ ടു ലാൻഡ് ഓൺ ദ ലൂണാർ സർഫസ് സിൻസ് ദ കൺക്ലൂഷൻ ഓഫ് ദി അപ്പോളോ പ്രോഗ്രാം. അപ്പോൾ ഈ ഒരു സ്റ്റേറ്റ്മെന്റിനകത്ത് ഫസ്റ്റ് പാർട്ട് ഇറ്റ് ഈസ് എ ഫസ്റ്റ് ക്രൂഡ് മിഷൻ, അതായത് ഇതൊരു ക്രൂഡ് മിഷനാണ്. ഈ ഒരു പാർട്ട് ഓക്കെയാണ്, അതായത് ആർട്ടമിസ് 2 എന്ന് പറയുന്ന ഒരു ക്രൂഡ് മിഷനാണ്. പക്ഷേ ഇതെന്ത് ചെയ്യുന്നില്ല, ലൂണാർ സർഫസിൽ അല്ലെങ്കിൽ മൂണിൽ ലാൻഡ് ചെയ്യുന്നില്ല. ഈ ഒരു പാർട്ട് എന്താണ്? ഇറ്റ്സ് ഇൻകറക്റ്റ്. ഈ ഒരു മിഷൻ എന്ത് ചെയ്യുന്നില്ല, മൂൺ സർഫസിൽ അല്ലെങ്കിൽ ലൂണാർ സർഫസിൽ എന്ത് ചെയ്യുന്നില്ല, ലാൻഡ് ചെയ്യുന്നില്ല. ഇറ്റ് ഡസ് നോട്ട് ലാൻഡ് ഓൺ ദി ലൂണാർ സർഫസ്. അപ്പോൾ ആർട്ടമിസ് 2 മിഷൻ്റെ കേസ് എടുത്തു കഴിഞ്ഞാൽ ആർട്ടമിസ് 2 മിഷൻ എന്ന് പറയുന്നത് ഓക്കെ, ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് ഇൻകറക്റ്റ് ആണെന്ന് നമ്മൾ പറഞ്ഞു. ഓക്കെ, ആർട്ടമിസ് 2 മിഷനെ കുറിച്ച് പറയാം. ആർട്ടമിസ് 2 മിഷൻ എന്ന് പറയുന്നത് നാസയുടെ മിഷനാണെന്ത് ഈ ഒരു ആർട്ടമിസ് 2 മിഷൻ എന്ന് പറയുന്നത്. സോ ആർട്ടമിസ് 2 മിഷൻ എന്ന് പറയുന്നത് നാസയുടെ മിഷനാണ്. ഈ ഒരു മിഷൻ എന്ന് പറയുന്നത് അപ്പോളോ പ്രോഗ്രാമിന് ശേഷം അതായത് എക്സാക്റ്റ് ആയിട്ട് പറഞ്ഞാൽ അപ്പോളോ 17, സോ 1972 അപ്പോളോ 17 പ്രോഗ്രാമിന് ശേഷം ഒരു 50 വർഷങ്ങൾ, ഒരു 5 ഡിക്കേഡ്സ് അല്ലെങ്കിൽ 50 വർഷങ്ങൾക്ക് ശേഷം ആദ്യമായിട്ടാണ് എന്ത് ചെയ്യുന്നത്, മൂണിലേക്ക് ഒരു ക്രൂഡ് മിഷൻ നമ്മൾ അയക്കുന്നത്, അല്ലെങ്കിൽ മൂണിലേക്ക് എന്ത് ചെയ്യുന്നത്, ഒരു ക്രൂഡ് മിഷൻ പോകുന്നത്. അപ്പോൾ ആർട്ടമിസ് 2 എന്ന് പറയുന്ന നാസ ലോഞ്ച് ചെയ്തിരിക്കുന്ന ഒരു ക്രൂഡ് മിഷനാണ്, അതായത് ആൾക്കാരെയും കൊണ്ടുപോകുന്ന ഒരു ക്രൂഡ് മിഷനാണ്, പക്ഷേ ഈ ഒരു മിഷൻ അപ്പോളോ പ്രോഗ്രാം പോലെ മൂൺ സർഫസിൽ എന്ത് ചെയ്യുന്നില്ല, ആളുകളെ ഇറക്കുന്നില്ല. ഈ ഒരു മിഷൻ എന്ന് പറയുന്നത് അതായത് മൂണിനെ ഒന്ന് ഓർബിറ്റ് ചെയ്ത് അല്ലെങ്കിൽ മൂണിനെ ഒന്ന് റിവോൾവ് ചെയ്ത് വരുന്ന അല്ലെങ്കിൽ മൂണിൻ്റെ മുകളിൽ കൂടി ട്രാവൽ ചെയ്യുക എന്നുള്ളൊരു മിഷൻ മാത്രമാണെന്ത് ഈ ഒരു ആർട്ടമിസ് 2 മിഷൻ എന്ന് പറയുന്നത്. മൂണിൻ്റെ സർഫസിൽ എന്ത് ചെയ്യുന്നില്ല, ലാൻഡ് ചെയ്യുന്നില്ല. സോ ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് എന്താണ്, ഇൻകറക്റ്റ് ആണ്.
സോ ഫസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റിനകത്ത് ചില പാർട്ടുകൾ കറക്റ്റ് ആയിരുന്നു, ബട്ട് ഈ ലാൻഡ് ചെയ്യുക എന്നുള്ള പാർട്ട് എന്തല്ല, ശരിയല്ല. ഓക്കെ, ആർട്ടമിസ് 2 മിഷൻ എന്ന് പറയുന്നത് നാസയുടെ മിഷനാണ്. അപ്പോളോ 17 1972 അപ്പോളോ 17 പ്രോഗ്രാമിന് ശേഷം നാസ ലോഞ്ച് ചെയ്യുന്ന അല്ലെങ്കിൽ മൂണിലേക്കുള്ള ഫസ്റ്റ് ക്രൂഡ് മിഷൻ എന്ന് പറയുന്നത് ഒരു ആർട്ടമിസ് 2 മിഷനാണ്. പക്ഷേ ഈ ആർട്ടമിസ് 2 മിഷൻ എന്ന് പറയുന്നത് ജസ്റ്റ് മൂണിൻ്റെ മുകളിൽ കൂടി അല്ലെങ്കിൽ ഒരു ലൂണാർ ഫ്ലൈ ബൈ മിഷൻ. സോ മൂണിൻ്റെ മുകളിൽ കൂടി പോകുന്ന അല്ലെങ്കിൽ മൂണിൻ്റെ മുകളിൽ കൂടി ഫ്ലൈ ചെയ്യുന്ന ഒരു ലൂണാർ ഫ്ലൈ ബൈ മിഷൻ മാത്രമാണ്. ഇറ്റ് ഈസ് എ ലൂണാർ ഫ്ലൈ ബൈ മിഷൻ. മൂണിൻ്റെ മുകളിൽ കൂടി ഫ്ലൈ ചെയ്യുന്ന ഒരു ലൂണാർ ഫ്ലൈ ബൈ മിഷൻ മാത്രമാണ്. മൂണിനകത്ത് എന്ത് ചെയ്യുന്നില്ല, ലാൻഡ് ചെയ്യുന്നില്ല. സോ സെക്കൻഡ് സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറയുന്നതാണ് ഫസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറയുന്നതാണ് ഇറ്റ് ഈസ് ഇൻകറക്റ്റ്. ഇനി സെക്കൻഡ് സ്റ്റേറ്റ്മെൻറ്റ് എന്തായിരുന്നു? ദ സ്പേസ് ക്രാഫ്റ്റ് വിൽ യൂട്ടിലൈസ് എ ഫ്രീ റിട്ടേൺ ട്രാജക്ടറി അറൗണ്ട് ദ മൂൺ. സോ ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റ് കറക്റ്റ് ആണ്. സോ ദ സെക്കൻഡ് സ്റ്റേറ്റ്മെൻറ്റ് ഈസ് കറക്റ്റ്. ഈ ഒരു സ്പേസ് ക്രാഫ്റ്റ് ഒരു ഫ്രീ റിട്ടേൺ ട്രാജക്ടറി ആയിരിക്കും എന്ത് ചെയ്യുന്നത്, യൂസ് ചെയ്യാനായിട്ട് പോകുന്നത്. ഈ ഫ്രീ റിട്ടേൺ ട്രാജക്ടറി എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇപ്പോൾ ഈ ഒരു മിഷൻ എന്ത് ചെയ്യുന്നുണ്ട്, 4 ആസ്ട്രോനോട്ട്സിനെയും വഹിച്ചുകൊണ്ട് ഈ ഒരു മിഷൻ 4 ആസ്ട്രോനോട്ട്സിനെ ഈ ഒരു മിഷൻ എന്ത് ചെയ്യുന്നുണ്ട്, 4 ആസ്ട്രോനോട്ട്സിനെയും വഹിച്ചുകൊണ്ട് മൂണിൻ്റെ ലൂണാർ സർഫസിനെ എന്ത് ചെയ്യുന്നുണ്ട്, ട്രാവൽ ചെയ്യുന്നുണ്ട്. ലൂണാർ സർഫസിൽ ലാൻഡ് ചെയ്യുന്നില്ല, ലൂണാർ സർഫസിന് മുകളിൽ കൂടി എന്ത് ചെയ്യുന്നുണ്ട്, ട്രാവൽ ചെയ്യുന്നുണ്ട്. എന്നിട്ട് തിരിച്ച് ഇങ്ങോട്ടേക്ക് വരാനായിട്ട് മൂണിൻ്റെ ഗ്രാവിറ്റി ആയിരിക്കും എന്ത് ചെയ്യുന്നത്, യൂസ് ചെയ്യുന്നത്. ഈ ഒരു മിഷൻ തിരിച്ച് അല്ലെങ്കിൽ ഈ ഒരു മിഷനിൽ പോകുന്നവർ തിരിച്ച് ഇന്ത്യയിലേക്ക് വരാനായിട്ട് അല്ലെങ്കിൽ ഈ മിഷനുമായിട്ട് പോകുന്ന സ്പേസ് ക്രാഫ്റ്റ് തിരിച്ച് എർത്തിലേക്ക് വരാനായിട്ട് മൂണിൻ്റെ ഗ്രാവിറ്റി ആയിരിക്കും എന്ത് ചെയ്യുന്നത്, യൂസ് ചെയ്യുന്നത്. അതായത് എൻജിൻ പ്രൊപ്പൽഷൻ ഇല്ലാതെ, അതായത് റിപ്പീറ്റഡ് ആയിട്ടുള്ള എൻജിൻ പ്രൊപ്പൽഷൻ ഇല്ലാതെ മൂണിൻ്റെ ഗ്രാവിറ്റി യൂസ് ചെയ്തുകൊണ്ട് ഒരു സ്ലിംഗ് ഷോട്ട് പോലെ ആയിരിക്കും എന്ത് ചെയ്യുന്നത്, തിരിച്ച് എർത്തിലേക്ക് വരാനായിട്ട് പോകുന്നത്. വിത്തൗട്ട് എനി അഡീഷണൽ പ്രൊപ്പൽഷൻ, എൻജിൻ പ്രൊപ്പൽഷൻ ഒന്നും ഇല്ലാതെ ഒരു സ്ലിംഗ് ഷോട്ട് പോലെ ആയിരിക്കും എന്ത് ചെയ്യുന്നത്, തിരിച്ച് എർത്തിലേക്ക് വരാനായിട്ട് പോകുന്നത്. സോ അതാണ് ഫ്രീ റിട്ടേൺ ട്രാജക്ടറി എന്ന് പറയുന്നത്. സോ സെക്കൻഡ് സ്റ്റേറ്റ്മെൻറ്റ് എന്താണ്, കറക്റ്റ് ആണ്. അപ്പോൾ ആർട്ടമിസ് 2 മിഷനെ കുറിച്ച് നമ്മൾ എന്തൊക്കെയാണ് പഠിച്ചത്? ആർട്ടമിസ് 2 മിഷൻ എന്ന് പറയുന്നത് നാസയുടെ മിഷനാണ്. ഇതൊരു ക്രൂഡ് മിഷനാണ്, അതായത് ആൾക്കാരെയും കയറ്റി ലൂണാർ സർഫസിലേക്ക് പോകുന്ന മിഷനാണ്. ബട്ട് ലൂണാർ സർഫസിൽ ലാൻഡ് ചെയ്യുന്നില്ല, ഒരു ലൂണാർ ഫ്ലൈ ബൈ മിഷൻ മാത്രമാണ്. അതായത് മൂണിൻ്റെ മുകളിൽ കൂടി ഫ്ലൈ ചെയ്യുക മാത്രമേ ചെയ്യുന്നുള്ളൂ ഈ ഒരു മിഷൻ എന്ന് പറയുന്നത്. ആൻഡ് അപ്പോളോ പ്രോഗ്രാമിന് ശേഷം മൂണിലേക്ക് ആൾക്കാരുമായിട്ട് പോകുന്ന ഫസ്റ്റ് മിഷൻ എന്ന് പറയുന്നതും ഈ ആർട്ടമിസ് 2 മിഷനാണ്. ദാറ്റ്സ് ഓക്കെ. ദെൻ ഈ ഒരു സ്പേസ് ക്രാഫ്റ്റ് തിരിച്ച് എർത്തിലേക്ക് വരാനായിട്ട് ഫ്രീ റിട്ടേൺ ട്രാജക്ടറി ആയിരിക്കും യൂസ് ചെയ്യുന്നത്. വിച്ച് മീൻസ് പ്രത്യേകിച്ച് ഫ്യൂവലൊന്നും യൂസ് ചെയ്യാതെ മൂണിൻ്റെ ഗ്രാവിറ്റി മാത്രം യൂസ് ചെയ്തുകൊണ്ടായിരിക്കും ഒരു സ്ലിംഗ് ഷോട്ട് ആക്ഷനിൽ തിരിച്ചെന്ത് ചെയ്യുന്നത്, എർത്തിലേക്ക് ലാൻഡ് ചെയ്യാനായിട്ട് പോകുന്നത്. ഇനി ഈ ആസ്ട്രോനോട്ട്സ് കയറി പോകുന്ന ആ ഒരു സ്പേസ് ക്രാഫ്റ്റിൻ്റെ പേര് ചോദിച്ചു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് ഓറിയോൺ സ്പേസ് ക്രാഫ്റ്റ്. ഓറിയോൺ സ്പേസ് ക്രാഫ്റ്റ് എന്നാണ് ഈ ഒരു ആസ്ട്രോനോട്ട്സിനെ കൊണ്ടുപോകുന്ന ആ ഒരു സ്പേസ് ക്രാഫ്റ്റിൻ്റെ പേരെന്ന് പറയുന്നത്. ഇനി ഈ ഒരു സ്പേസ് ക്രാഫ്റ്റിനെ ഓർബിറ്റിലേക്ക് എത്തിക്കുന്നത്, ലോർത്ത് ഓർബിറ്റിലേക്ക് എത്തിക്കുന്നത് ഒരു SLS ആണ്, ഒരു സ്പേസ് ലോഞ്ച് സിസ്റ്റം എന്ന് പറഞ്ഞിട്ടുള്ള ഒരു റോക്കറ്റാണ്. സോ സ്പേസ് ലോഞ്ച് സിസ്റ്റം എന്നുള്ള ഒരു റോക്കറ്റ്, സോ സ്പേസ് ലോഞ്ച് സിസ്റ്റം എന്നുള്ള റോക്കറ്റ് ആയിരിക്കും എന്ത് ചെയ്യുന്നത്, ഈ ഒരു സ്പേസ് ക്രാഫ്റ്റിനെ മൂണിൻ്റെ സർഫസിലേക്ക് എന്ത് ചെയ്യുന്നത്, എത്തിക്കാനായിട്ട് പോകുന്നത്. ആൻഡ് ഈ ഒരു മിഷൻ നാസ ലോഞ്ച് ചെയ്യുന്നത് ഇറ്റ് വാസ് ഓൺ April 1st, 2026. April 1st, 2026 നാസ എന്ത് ചെയ്തിട്ടുള്ളത്, ഈ ഒരു മിഷൻ ലോഞ്ച് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഫസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് ഇൻകറക്റ്റ് ആയിരുന്നു, മൂണിൻ്റെ സർഫസിൽ എന്ത് ചെയ്യുന്നില്ല, ലാൻഡ് ചെയ്യുന്നില്ല. സെക്കൻഡ് സ്റ്റേറ്റ്മെൻറ്റ് കറക്റ്റ് ആണ്. ഫ്രീ റിട്ടേൺ ട്രാജക്ടറി, അതായത് മൂണിൻ്റെ ഗ്രാവിറ്റി യൂസ് ചെയ്തിട്ടാണ് എന്ത് ചെയ്യുന്നത്, ഒരു സ്പേസ് ക്രാഫ്റ്റ് തിരിച്ച് ഇന്ത്യയിലേക്ക് വരാനായിട്ട് പോകുന്നത്. സോ സെക്കൻഡ് സ്റ്റേറ്റ്മെൻറ്റ് മാത്രമേ കറക്റ്റ് ആയിട്ടുള്ളൂ. ദാറ്റ് ഈസ് 2 only ആണെന്ന് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ എന്ന് പറയുന്നത്. സയൻസ് ആൻഡ് ടെക്നോളജിയിൽ നിന്നുള്ള വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഏരിയ ആയിരിക്കും ആർട്ടമിസ് 2 മിഷൻ എന്ന് പറയുന്നത്. ക്വസ്റ്റ്യൻസ് വരാനായിട്ട് ചാൻസസ് വളരെ വളരെ കൂടുതലാണ്. ഇത് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മിഷനാണ്. അടുത്തത് അപ്കമിങ് എക്സാംസിന് ക്വസ്റ്റ്യൻ വരാനായിട്ട് ചാൻസസ് വളരെ വളരെ കൂടുതലാണ്. ഇനി നിങ്ങൾക്ക് ആർട്ടമിസ് 2 മിഷനെ കുറിച്ച് ഡീറ്റെയിൽഡ് ആയിട്ട് ഒരു ഡെഡിക്കേറ്റഡ് വീഡിയോ വേണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ ഒരു വീഡിയോയുടെ താഴെ കമൻറ്റ് ചെയ്താൽ മതി, നമ്മളൊരു ഡീറ്റെയിൽഡ് വീഡിയോ ചെയ്യുന്നതായിരിക്കും. ആർട്ടമിസ് 2 മിഷനെ കുറിച്ച് മാത്രം ഒരു ഡെഡിക്കേറ്റഡ് വീഡിയോ, അതായത് എല്ലാ ഡീറ്റെയിൽസും ഇൻക്ലൂഡ് ചെയ്യുന്ന ഒരു ഡെഡിക്കേറ്റഡ് വീഡിയോ നിങ്ങൾക്ക് വേണം എന്നുണ്ടെങ്കിൽ ഈ ഒരു വീഡിയോയുടെ താഴെ കമൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ ആ ഒരു വീഡിയോ നിങ്ങൾക്ക് വേണ്ടി ചെയ്യുന്നതായിരിക്കും. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. RBI ഫൗണ്ടേഷൻ ഡേ ഈസ് ഒബ്സർവ്ഡ് ഓൺ. എന്നാണ് RBI ഫൗണ്ടേഷൻ ഡേ ഒബ്സർവ് ചെയ്യുന്നത് എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. ഓപ്ഷൻ A 1st January, ഓപ്ഷൻ B 1st April, ഓപ്ഷൻ C 5th June ആൻഡ് ഓപ്ഷൻ D
1st ജൂലൈ. സോ എന്നാണ് RBI ഫൗണ്ടേഷൻ ഡേ ഒബ്സർവ് ചെയ്യുന്നത് എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. സോ കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് ഇറ്റ്സ് ഓപ്ഷൻ ബി 1st ഏപ്രിൽ. 1st ഏപ്രിലിനാണ് എന്ത് ചെയ്യുന്നത് RBI ഫൗണ്ടേഷൻ ഡേ ഒബ്സർവ് ചെയ്യുന്നത്. കാരണം 1935 സോ 1935 ഏപ്രിൽ 1 എന്ത് ചെയ്യുന്നത് RBI എസ്റ്റാബ്ലിഷ് ചെയ്യുന്നതും അതുപോലെ തന്നെ RBI ഓപ്പറേഷണലൈസ് ചെയ്യപ്പെടുന്നതും. സോ RBI ഓപ്പറേഷനിൽ വരുന്നത് ഇറ്റ് വാസ് ഓൺ 1st ഏപ്രിൽ 1935. ആ ഒരു ഡേറ്റ് ആണ് എന്ത് ചെയ്യുന്നത് RBIയുടെ ഫൗണ്ടേഷൻ ഡേ ആയിട്ട് നമ്മൾ ഒബ്സർവ് ചെയ്യുന്നത്. സോ RBI ഫൗണ്ടേഷൻ ഡേ ഈസ് ഓൺ 1st ഏപ്രിൽ since RBI was established on 1st April 1935. ഇനി RBIയുടെ എവല്യൂഷനെ കുറിച്ച് അറിഞ്ഞിരിക്കേണ്ട കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റ്സ് ഉണ്ട്. ഇന്ത്യയിൽ നമുക്കറിയാം റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ആണെന്ത് ഇന്ത്യയിലെ സെൻട്രൽ ബാങ്ക് എന്ന് പറയുന്നത്. സോ സെൻട്രൽ ബാങ്ക് ഓഫ് ഇന്ത്യ ഈസ് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ. റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ RBI ആണെന്ത് ഇന്ത്യയിലെ സെൻട്രൽ ബാങ്ക് എന്ന് പറയുന്നത്. സോ ഇന്ത്യയിലെ സെൻട്രൽ ബാങ്ക് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് RBI ഓർ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ. ഇനി ഇന്ത്യയിൽ സെൻട്രൽ ബാങ്ക് വേണം, ഇന്ത്യയിലൊരു സെൻട്രൽ ബാങ്ക് വേണം എന്നാദ്യമായിട്ട് റെക്കമെൻഡ് ചെയ്യുന്നത് ബ്രിട്ടീഷ് ഗവൺമെൻറ് കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ടുള്ള ഒരു കമ്മീഷനായിരുന്നു. ആ കമ്മീഷൻ്റെ പേരാണ് ഹിൽട്ടൺ യങ് കമ്മീഷൻ. ഓക്കെ, അപ്പോൾ 1926 ബ്രിട്ടീഷ് ഗവൺമെൻറ് കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്ത ഒരു കമ്മീഷനാണ് ഹിൽട്ടൺ യങ് കമ്മീഷൻ. സോ 1926 ബ്രിട്ടീഷ് ഗവൺമെൻറ് കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്ത ഒരു കമ്മീഷനാണ് ഹിൽട്ടൺ യങ് കമ്മീഷൻ. ഈ ഒരു ഹിൽട്ടൺ യങ് കമ്മീഷനാണ് റെക്കമെൻഡ് ചെയ്യുന്നത് ഇന്ത്യയിൽ എന്ത് വേണം, ഒരു സെൻട്രൽ ബാങ്ക് വേണം എന്നുള്ള കാര്യം. അപ്പോൾ ഹിൽട്ടൺ യങ് കമ്മീഷൻ്റെ റെക്കമെൻഡേഷൻ്റെ ബേസിസിൽ 1934 അന്നത്തെ സെൻട്രൽ ലെജിസ്ലേറ്റീവ് അസംബ്ലി, അതായത് ഇന്നത്തെ പാർലമെൻറ്റിന് ഇക്വലൻ്റ് ആയിട്ടുള്ള അന്നത്തെ സെൻട്രൽ ലെജിസ്ലേറ്റീവ് അസംബ്ലി എന്ത് ചെയ്യുന്നു, ഒരു ആക്ട് പാസ്സാക്കുന്നു. അതാണ് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ആക്ട് 1934. ഈ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ആക്ട് 1934 പ്രൊവിഷൻസ് പ്രകാരം 1935 എന്ത് ചെയ്തു, റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ എസ്റ്റാബ്ലിഷ് ചെയ്തു. ആൻഡ് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ഓപ്പറേഷൻസ് സ്റ്റാർട്ട് ചെയ്യുന്നത് ഇറ്റ് വാസ് ഓൺ 1st ഏപ്രിൽ 1935. ഇനി 1935 RBI എസ്റ്റാബ്ലിഷ് ചെയ്തത് കൽക്കട്ടയിലായിരുന്നു. കൽക്കട്ടയിലാണ് 1935 എന്ത് ചെയ്തത്, RBI എസ്റ്റാബ്ലിഷ് ചെയ്തത്. ആൻഡ് RBI എസ്റ്റാബ്ലിഷ് ചെയ്യുന്ന സമയത്ത് RBI എന്ന് പറയുന്നത് ഒരു പ്രൈവറ്റ് എൻറ്റിറ്റി മാത്രമായിരുന്നു. അതായത് ഗവൺമെൻറ്റിന് ഒരു കൺട്രോളും അല്ലെങ്കിൽ ഗവൺമെൻറ്റിന് ഒരു ഷെയർസും ഇല്ലാത്ത ഒരു കംപ്ലീറ്റ് ആയിട്ടുള്ള പ്രൈവറ്റ് എൻറ്റിറ്റി ആയിരുന്നു ഈ ഒരു റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ എന്ന് പറയുന്നത്. ദെൻ 1937 റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ എന്ത് ചെയ്യുന്നു, പെർമനൻ്റ് ആയിട്ട് കൽക്കട്ടയിൽ നിന്ന് ബോംബെയിലേക്ക് ഷിഫ്റ്റ് ചെയ്യുന്നു. 1937 കൽക്കട്ടയിൽ നിന്ന് ബോംബെയിലേക്ക് എന്ത് ചെയ്തു, റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ഷിഫ്റ്റ് ചെയ്തു. ദെൻ 1949 നമുക്ക് ഇൻഡിപെൻഡൻസ് കിട്ടിയതിന് ശേഷം 1947 നമുക്ക് ഇൻഡിപെൻഡൻസ് കിട്ടി. അതിനുശേഷം 1949 എന്ത് ചെയ്തു, ഈ പ്രൈവറ്റ് വ്യക്തികളുടെ കയ്യിലിരുന്ന എല്ലാ ഷെയർസും ഗവൺമെൻറ് ഓഫ് ഇന്ത്യ പർച്ചേസ് ചെയ്യുന്നു. ആൻഡ് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ എന്ത് ചെയ്യുന്നു, ഒരു കംപ്ലീറ്റ്ലി ഗവൺമെൻറ് എൻറ്റിറ്റി ആക്കി മാറ്റുന്നു. അതായത് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ നാഷണലൈസേഷൻ നടക്കുന്നു. 1949 എന്ത് ചെയ്യുന്നത്, റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ നാഷണലൈസ് ചെയ്യപ്പെട്ടത്. ആൻഡ് 1937 റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ കൽക്കട്ടയിൽ നിന്ന് ബോംബെയിലേക്ക് എന്ത് ചെയ്തു, ഷിഫ്റ്റ് ചെയ്തെന്ന് നമ്മൾ പറഞ്ഞു. അതിനുശേഷം 1937 RBI എന്ത് ചെയ്തു, കൽക്കട്ടയിൽ നിന്ന് ബോംബെയിലേക്ക് ഷിഫ്റ്റ് ചെയ്തു. ആൻഡ് അന്ന് മുതൽ ഇന്ന് വരെ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ഹെഡ് ക്വാർട്ടേഴ്സ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് മുംബൈ ആണെന്ന് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ഹെഡ് ക്വാർട്ടേഴ്സ് എന്ന് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ചന്ദ്രിക പ്രസാദ് സന്തോക്കി who passed away recently was a president of. സോ റീസെൻ്റ് ആയിട്ട് മരണപ്പെട്ട ഒരു പ്രോമിനൻ്റ് വ്യക്തിയാണ് ചന്ദ്രിക പ്രസാദ് സന്തോക്കി. അപ്പോൾ ഈ ഒരു ചന്ദ്രിക പ്രസാദ് സന്തോക്കി ഏത് കൺട്രിയുടെ പ്രസിഡൻ്റ് ആയിരുന്നു എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. ഓപ്ഷൻ എ ഗയാന, ഓപ്ഷൻ ബി ഫിജി, ഓപ്ഷൻ സി സുരിനാം ആൻഡ് ഓപ്ഷൻ ഡി മൗറീഷ്യസ്. സോ കറക്റ്റ് ആൻസർ ഈസ് ഓപ്ഷൻ സി സുരിനാം. സോ സുരിനാമിൻ്റെ ഓപ്ഷൻ സി സുരിനാം. സോ സുരിനാമിൻ്റെ ഫോമർ പ്രസിഡന്റ് ആയിരുന്നു ചന്ദ്രിക പ്രസാദ് സന്തോക്കി. സോ ചന്ദ്രിക പ്രസാദ് സന്തോക്കി എന്ന് പറയുന്നത് ഹി വാസ് എ ഫോമർ പ്രസിഡന്റ് ഓഫ് സുരിനാം. സുരിനാം എന്നുള്ള കൺട്രിയുടെ ഫോമർ പ്രസിഡന്റ് ആയിരുന്നു ചന്ദ്രിക പ്രസാദ് സന്തോക്കി. ആൻഡ് ഈ ഒരു പേര് അല്ലെങ്കിൽ സുരിനാമിൻ്റെ ഫോമർ പ്രസിഡന്റ് എന്തുകൊണ്ട് നമ്മുടെ എക്സാമിന് ഇമ്പോർട്ടൻ്റ് ആവുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ
ചന്ദ്രിക പേഴ്സൺ സന്തോക്കി എന്ന് പറയുന്നത് 19th സെഞ്ച്വറിയിൽ 19ാം നൂറ്റാണ്ടിൽ ബീഹാറിൽ നിന്ന് മൈഗ്രേറ്റ് ചെയ്തു പോയിട്ടുള്ള ഒരു വ്യക്തിയാണ്. അതായത് ഹീസ് എ പേഴ്സൺ ഓഫ് ഇന്ത്യൻ ഒറിജിൻ. ഒരു പേഴ്സൺ ഓഫ് ഇന്ത്യൻ ഒറിജിൻ ആണ് ചന്ദ്രിക പേഴ്സൺ സന്തോക്കി. ബീഹാറിലാണ് ജനിച്ചത്. 19th സെഞ്ച്വറിയിലാണ് എന്ത് ചെയ്യുന്നത്, ഇദ്ദേഹം ബീഹാറിൽ നിന്ന് സൂരിനാമിലേക്ക് പോകുന്നത്. സോ ഹി വാസ് എ പേഴ്സൺ ഓഫ് ഇന്ത്യൻ ഒറിജിൻ. അപ്പോൾ ഈ ചന്ദ്രിക പേഴ്സൺ സന്തോക്കി റീസെൻ്റ് ആയിട്ട് മരണപ്പെട്ടു ആൻഡ് ഹി വാസ് എ ഫോമർ പ്രസിഡന്റ് ഓഫ് സൂരിനാം. അതുപോലെ തന്നെ ചന്ദ്രിക പേഴ്സൺ സന്തോക്കി വളരെ പോപ്പുലറായിട്ട് അറിയപ്പെട്ടിരുന്ന പേരാണ് ദ ഷെരീഫ്. ദ ഷെരീഫ് എന്നുള്ള പേരിലാണ് ചന്ദ്രിക പേഴ്സൺ സന്തോക്കി എന്ത് ചെയ്തത്, വളരെ ഫേമസ് ആയിട്ട് അറിയപ്പെട്ടിരുന്നത്. ഇനി 2021 സോ 2021 ഗവൺമെൻറ് ഓഫ് ഇന്ത്യ, നമ്മുടെ ഇന്ത്യ ഗവൺമെൻറ് ഇദ്ദേഹത്തിന് എന്ത് ചെയ്തിട്ടുണ്ട്, പ്രവാസി ഭാരതീയ സമ്മാൻ പുരസ്കാരം കൊടുത്തിട്ടുണ്ട്. സോ 2021 ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ഇദ്ദേഹത്തിന് പ്രവാസി ഭാരതീയ സമ്മാൻ എന്ത് ചെയ്തിട്ടുണ്ട്, ഇദ്ദേഹത്തിന് നൽകിയിട്ടുണ്ട്. അതായത് ഓവർസീസ് സിറ്റിസൻസിന് അല്ലെങ്കിൽ പേഴ്സൺ ഓഫ് ഇന്ത്യൻ ഒറിജിൻസിനോ NRIസിനോ ഒക്കെ ഗവൺമെൻറ് ഓഫ് ഇന്ത്യ കൊടുക്കുന്ന ഒരു അവാർഡാണ് പ്രവാസി ഭാരതീയ സമ്മാൻ എന്ന് പറയുന്നത്. സോ 2021 ഗവൺമെൻറ് ഓഫ് ഇന്ത്യ പേഴ്സൺ ഓഫ് ഇന്ത്യൻ ഒറിജിൻ ആയിട്ടുള്ള, പേഴ്സൺ ഓഫ് ഇന്ത്യൻ ഒറിജിൻ എന്താണെന്ന് നമ്മൾ പൊളിറ്റിക്കൽ ക്ലാസ്സിലൊക്കെ ഡിസ്കസ് ചെയ്യാറുള്ളതാണ്. അപ്പോൾ 2021 ഗവൺമെൻറ് ഓഫ് ഇന്ത്യ പേഴ്സൺ ഓഫ് ഇന്ത്യൻ ഒറിജിൻ ആയിട്ടുള്ള ചന്ദ്രിക പേഴ്സൺ സന്തോക്കിക്ക് പ്രവാസി ഭാരതീയ സമ്മാനം എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു, പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതുകൊണ്ടാണ് ഈ ഒരു വ്യക്തി നമ്മുടെ എക്സാമിനെ സംബന്ധിച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നത്. ഇനി സൂരിനാമിനെ കുറിച്ചുള്ള ചില ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളും കൂടി നമുക്കൊന്ന് നോക്കി വെച്ചേക്കാം. ബിക്കോസ് മേ ബി അതിനകത്ത് ക്വസ്റ്റ്യൻസ് വരാൻ ചാൻസ് ഉണ്ടെങ്കിലോ. ഇനി സൂരിനാമിൻ്റെ ക്യാപിറ്റൽ. സോ സൂരിനാമിൻ്റെ ക്യാപിറ്റൽ എന്താണ് എന്ന് ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാൽ പരമാരിബോ. സോ പരമാരിബോ ആണ് സൂരിനാമിൻ്റെ ക്യാപിറ്റൽ എന്ന് പറയുന്നത്. സോ ക്യാപിറ്റൽ ഓഫ് സൂരിനാം ഈസ് പരമാരിബോ ആണത് സൂരിനാമിൻ്റെ ക്യാപിറ്റൽ എന്ന് പറയുന്നത്. ആൻഡ് സൂരിനാമിൻ്റെ ഒഫീഷ്യൽ ലാംഗ്വേജ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ഡച്ച്. സോ സൂരിനാമിൻ്റെ ക്യാപിറ്റൽ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് പരമാരിബോ ആൻഡ് സൂരിനാമിൻ്റെ ഒഫീഷ്യൽ ലാംഗ്വേജ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ഡച്ച്. സോ ഡച്ച് ആണെന്ത് സൂരിനാമിൻ്റെ ഒഫീഷ്യൽ ലാംഗ്വേജ് എന്ന് പറയുന്നത്, പരമാരിബോ ആണെന്ത് സൂരിനാമിൻ്റെ ക്യാപിറ്റൽ എന്ന് പറയുന്നത്. അപ്പോൾ ഇതൊക്കെയാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് അറിഞ്ഞിരിക്കേണ്ട ചില ഇൻഫർമേഷൻസ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് സ്ട്രേറ്റ് ഇസ് നോൺ ആസ് ദി ഗേറ്റ് ഓഫ് ടിയേഴ്സ്? ഗേറ്റ് ഓഫ് ടിയേഴ്സ് എന്നറിയപ്പെടുന്നത് ഇവയിൽ ഏത് സ്ട്രേറ്റ് ആണ് എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. ഓപ്ഷൻ എ സ്ട്രേറ്റ് ഓഫ് ഹോർമൂസ്, ഓപ്ഷൻ ബി ബോസ്ഫറസ്, ഓപ്ഷൻ സി ബാബ് എൽ മന്ദേബ് ആൻഡ് ഓപ്ഷൻ ഡി മലാക്ക സ്ട്രേറ്റ്. ഇവയിൽ ഏത് സ്ട്രേറ്റ് ആണ് ഗേറ്റ് ഓഫ് ടിയേഴ്സ് എന്നറിയപ്പെടുന്നത് എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. സോ കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് ഇറ്റ്സ് ഓപ്ഷൻ സി ബാബ് എൽ മന്ദേബ്. സോ ബാബ് എൽ മന്ദേബ് ആണെന്ന് ഗേറ്റ് ഓഫ് ടിയേഴ്സ് എന്നറിയപ്പെടുന്നത്. സോ ഇതൊരു അറബിക് ടേം ആണ്. സോ അറബിക്കിൽ ഇതിൻ്റെ മീനിങ് എന്ന് പറയുന്നത് ഇറ്റ് മീൻസ് ഗേറ്റ് ഓഫ് ടിയേഴ്സ്. സോ ഗേറ്റ് ഓഫ് ടിയേഴ്സ് ഒരു അറബിക് ടേം ആണ് ബാബ് എൽ മന്ദേബ് എന്ന് പറയുന്നത്. ആൻഡ് ഇൻ അറബിക് ഇറ്റ് മീൻസ് ഗേറ്റ് ഓഫ് ടിയേഴ്സ്. സോ ഗേറ്റ് ഓഫ് ടിയേഴ്സ് എന്നറിയപ്പെടുന്ന സ്ട്രേറ്റ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ബാബ് എൽ മന്ദേബ്. ഇനി ബാബ് എൽ മന്ദേബ് അല്ലെങ്കിൽ ഈ ഒരു സ്ട്രേറ്റിൻ്റെ ഇമ്പോർട്ടൻസ് അല്ലെങ്കിൽ ഈ സ്ട്രേറ്റ് എന്തുകൊണ്ട് ന്യൂസിനകത്ത് വന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആദ്യം ഒരു സ്ട്രേറ്റിനെ കുറിച്ച് നോക്കാം. അപ്പോൾ ഇതാണെന്ത് ഈ ഒരു ബാബ് എൽ മന്ദേബ് എന്ന് പറയുന്നത്. സോ ദിസ് ഈസ് ദി ബാബ് എൽ മന്ദേബ്. ഈ ഒരു സ്ട്രേറ്റിനെയാണ് നമ്മൾ ബാബ് എൽ മന്ദേബ് എന്ന് പറയുന്നത്. ബാബ് എൽ മന്ദേബ് എന്ന് പറയുമ്പോൾ റെഡ് സിയെയും ഗൾഫ് ഓഫ് ഏഡനെയും ആൻഡ് പിന്നീട് ഇന്ത്യൻ ഓഷനെയും. സോ റെഡ് സിയെ ഗൾഫ് ഓഫ് ഏഡനുമായിട്ടും പിന്നീട് ഇന്ത്യൻ ഓഷനുമായിട്ടും കണക്ട് ചെയ്യുന്ന, അപ്പോൾ റെഡ് സിയെ ഗൾഫ് ഓഫ് ഏഡനുമായിട്ടും പിന്നീട് ഇന്ത്യൻ ഓഷനുമായിട്ട് കണക്ട് ചെയ്യുന്ന, റെഡ് സിയെ ഗൾഫ് ഓഫ് ഏഡനുമായിട്ടും പിന്നീട് ഇന്ത്യൻ ഓഷനുമായിട്ട് കണക്ട് ചെയ്യുന്ന ഈ ഒരു നാരോ സ്ട്രേറ്റിൻ്റെ പേരാണ് ബാബ് എൽ മന്ദേബ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതാണ് ബാബ് എൽ മന്ദേബ് എന്ന് പറയുന്നത്. ഇനി റെഡ് സീയുടെ, സോ ഈ ബാബ് എൽ മന്ദേബ് എന്ന് പറയുമ്പോൾ റെഡ് സീയുടെ സദേൺ മോസ്റ്റ് ടിപ്പാണ്. സോ റെഡ് സീയുടെ ഏറ്റവും സൗത്തിലുള്ള സദേൺ മോസ്റ്റ് ടിപ്പാണെന്ത് ഈ ഒരു സ്ട്രേറ്റ് എന്ന് പറയുന്നത്. ആൻഡ് ഇതെന്ന് പറയുന്നത് യമൻ്റെയും, ഈ ഒരു ബാബ് എൽ മന്ദേബ് എന്ന് പറയുന്നത് യമൻ്റെയും ഹോൺ ഓഫ് ആഫ്രിക്ക, സോ യമൻ്റെയും അതുപോലെ തന്നെ ഹോൺ ഓഫ് ആഫ്രിക്കയുടെയും ഇടയിലുള്ള സ്ട്രേറ്റ് ആണ്. ഇതിനെയാണ് നമ്മൾ ഹോൺ ഓഫ് ആഫ്രിക്ക എന്ന് പറയുന്നത്. അപ്പോൾ ഇതിനെയാണ് നമ്മൾ ഹോൺ ഓഫ് ആഫ്രിക്ക എന്ന് പറയുന്നത്. അതായത് ആഫ്രിക്കയുടെ, ഇത് ആഫ്രിക്കൻ കോണ്ടിനെൻ്റ് ആണ്. സോ ആഫ്രിക്കൻ കോണ്ടിനെൻ്റിൻ്റെ ഈ ഒരു ഈസ്റ്റേൺ മോസ്റ്റ് പോർഷനെയാണ് നമ്മൾ ഹോൺ ഓഫ് ആഫ്രിക്ക എന്ന് പറയുന്നത്. സോ ദിസ് ഈസ് കോൾഡ് ആസ് ദി ഹോൺ ഓഫ് ആഫ്രിക്ക. സോ ദിസ് ഈസ് ദി ഹോൺ ഓഫ് ആഫ്രിക്ക. സോ ഹോൺ ഓഫ് ആഫ്രിക്ക എന്ന് പറയുമ്പോൾ ഈ ഒരു ആഫ്രിക്കൻ കോണ്ടിനെൻറ്റിൻ്റെ ഏറ്റവും ഈസ്റ്റേൺ മോസ്റ്റ് പോർഷനെ പറയുന്ന പേരാണെന്ത്
ഏറ്റവും ഈസ്റ്റേൺ മോസ്റ്റ് പോർഷനെ പറയുന്ന പേരാണെന്ത്? ഹോൺ ഓഫ് ആഫ്രിക്ക എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു ഹോൺ ഓഫ് ആഫ്രിക്കയുടെയും യമൻ്റെയും ഇടയിലുള്ള ഈ ഒരു സ്ട്രെയിറ്റിനെ വിളിക്കുന്ന പേരാണെന്ത്? ഹോൺ ഓഫ് ആഫ്രിക്കയുടെയും യമൻ്റെ ഇടയിലുള്ള സ്ട്രെയിറ്റിനെ വിളിക്കുന്ന പേരാണെന്ത്? ബാബേൽ മന്ദേബ് എന്ന് പറയുന്നത്. ഇനി ഈ ഒരു സ്ട്രെയിറ്റിൻ്റെ ഇമ്പോർട്ടൻസ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഗ്ലോബൽ സീ ട്രേഡിൻ്റെ, അതായത് ഗ്ലോബൽ മാരിടൈം ട്രേഡിൻ്റെ, സോ ഗ്ലോബൽ സീ ട്രേഡിൻ്റെ ഓർ ഗ്ലോബൽ മാരിടൈം ട്രേഡിൻ്റെ അറൗണ്ട് 10 to 12%, അതിപ്പോൾ ഓയില്, ഫെർട്ടിലൈസേഴ്സ്, അതുപോലെ തന്നെ മറ്റുള്ള കാര്യങ്ങൾ. സോ ഗ്ലോബൽ സീ ട്രേഡിൻ്റെ അറൗണ്ട് 10 to 12% പാസ് ചെയ്യുന്നത് ഈ ഒരു ബാബേൽ മന്ദേബ് വഴിയാണ്. അപ്പോൾ ഈ ഒരു സ്ട്രെയിറ്റ് എന്തുകൊണ്ട് ന്യൂസിനകത്ത് വന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ ഒരു റെഡ് സീയുടെ ഭാഗത്തായിട്ട് അല്ലെങ്കിൽ റെഡ് സീക്കകത്തായിട്ട് ഈ ഒരു റീജിയനിലായിട്ട് ഹൗത്തീസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു മിലിറ്റന്റ് ഗ്രൂപ്പ് ഉണ്ട്. ഈ ഒരു ഹൗത്തീസ് എന്ന് പറയുന്നത് ഇറാൻ ബാക്ക് ചെയ്യുന്ന ഒരു മിലിറ്റന്റ് ഗ്രൂപ്പാണ്. അപ്പോൾ ഇറാൻ്റെ സപ്പോർട്ടോടുകൂടി ഹൗത്തീസ് എന്ത് ചെയ്തിട്ടുണ്ട്? ഇപ്പോൾ ഇവിടെ അറ്റാക്ക് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. സ്ട്രെയിറ്റ് ഓഫ് ഹോർമൂസ് ഓൾറെഡി പ്രശ്നത്തിലാണ്. അപ്പോൾ ഈ ഒരു ബാബേൽ മന്ദേബ് സ്ട്രെയിറ്റിൽ കൂടെ പ്രശ്നങ്ങൾ വന്നു കഴിഞ്ഞാൽ അത് ഗ്ലോബൽ ഓയിൽ സപ്ലൈക്ക് എന്ത് ചെയ്യാൻ ചാൻസ് ഉണ്ട്? അഫക്റ്റ് ചെയ്യാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ടാണ് ഇത് ന്യൂസിനകത്ത് വന്നിട്ടുള്ളത്. അപ്പോൾ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഉൽക്കൽ ദിവസ് ഈസ് ഒബ്സർവ്ഡ് ഓൺ ഡാഷ്. ഏത് ദിവസമാണ് ഉൽക്കൽ ദിവസ് സെലിബ്രേറ്റ് ചെയ്യുന്നത് എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. ഓപ്ഷൻ എ 31st March, option B 1st April, option C 2nd April, and option D 5th April. So the correct answer is option B 1st April. So 1st April ആണ് എന്ത് ചെയ്യുന്നത്? ഉൽക്കൽ ദിവസ് ആയിട്ട് സെലിബ്രേറ്റ് ചെയ്യുന്നത്. ഇനി എന്താണ് ഈ ഉൽക്കൽ ദിവസ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒഡീഷ ഫോർമേഷൻ ഡേ അല്ലെങ്കിൽ ഒഡീഷയെ സെപ്പറേറ്റ് സ്റ്റേറ്റ് ആയിട്ട് മാറി അല്ലെങ്കിൽ സെപ്പറേറ്റ് പ്രൊവിൻസ് ആയിട്ട് മാറിയ ഡേ ആണെന്ത്? ഈ ഒരു ഉൽക്കൽ ദിവസമായിട്ട് സെലിബ്രേറ്റ് ചെയ്യുന്നത്. അതായത് 1936 സോ 1936 ബംഗാൾ പ്രസിഡൻസിയിൽ നിന്ന് ഒഡീഷ എന്ത് ചെയ്യുന്നു? ഒരു സെപ്പറേറ്റ് പ്രൊവിൻസ് ആക്കി സെപ്പറേറ്റ് ചെയ്യുന്നു. സോ 1936 വരെ ഒഡീഷ എന്ന് പറയുന്നത് ബംഗാൾ പ്രസിഡൻസിയുടെ ഭാഗമാണ്. 1936 എന്ത് ചെയ്യുന്നത്? ബംഗാൾ പ്രസിഡൻസിയിൽ നിന്ന് ഒഡീഷ അല്ലെങ്കിൽ അന്നത്തെ ഒറീസ എന്ത് ചെയ്യുന്നത്? ഒരു സെപ്പറേറ്റ് പ്രൊവിൻസ് ആക്കി മാറ്റുന്നത്. അങ്ങനെ ഒറീസ ഒരു സെപ്പറേറ്റ് പ്രൊവിൻസ് ആക്കി മാറിയ ദിവസം അല്ലെങ്കിൽ ഒഡീഷ ഒരു സെപ്പറേറ്റ് സ്റ്റേറ്റ് ആയിട്ട് മാറിയ ദിവസമാണെന്ത്? ഈ ഒരു 1st April എന്ന് പറയുന്നത്. അതായത് 1st April 1936 എന്ത് ചെയ്യുന്നത്? ബംഗാൾ പ്രസിഡൻസിയിൽ നിന്ന് ഒഡീഷ എന്ത് ചെയ്യുന്നത്? സെപ്പറേറ്റ് ചെയ്ത് ഒരു സെപ്പറേറ്റ് പ്രൊവിൻസ് അല്ലെങ്കിൽ സെപ്പറേറ്റ് സ്റ്റേറ്റ് ആക്കി മാറ്റുന്നത്. ആ ഒരു ഡേ ആണ് എന്ത് ചെയ്യുന്നത്? ഉൽക്കൽ ദിവസമായിട്ട് സെലിബ്രേറ്റ് ചെയ്യുന്നത്. Okay, next question. Recently passed by the Parliament, which law is aimed at rescuing viable businesses, resolving financial stress, and preserving enterprise value? സോ റീസെൻ്റ് ആയിട്ട് പാർലമെൻറ്റ് ഒരു ലോ പാസ്സാക്കിയിട്ടുണ്ട്. ഈ ഒരു ലോ എന്ന് പറയുന്നത് വയബിൾ ബിസിനസ്സസിനെ റെസ്ക്യൂ ചെയ്യുക, അതായത് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുന്ന അല്ലെങ്കിൽ ലാഭകരമാക്കാൻ സാധിക്കുന്ന ബിസിനസ്സസിനെ എന്ത് ചെയ്യുക? റെസ്ക്യൂ ചെയ്യുക, ഫൈനാൻഷ്യൽ സ്ട്രെസ് എന്ത് ചെയ്യുക? റിസോൾവ് ചെയ്യുക, എൻ്റർപ്രൈസ് വാല്യൂ പ്രിസർവ് ചെയ്യുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടി പാർലമെൻറ്റ് റീസെൻ്റ് ആയിട്ട് കൊണ്ടുവന്നിരിക്കുന്ന അമെൻമെൻറ്റ് എന്താണ്? ഓപ്ഷൻ എ കമ്പനീസ് ആക്ട് ബിൽ 2026, ഓപ്ഷൻ ബി ബാങ്കിങ് റെഗുലേഷൻ ബിൽ 2026, option C Insolvency and Bankruptcy Code Bill 2026, and option D Prevention of Money Laundering Bill 2026. So the correct answer is option C Insolvency and Bankruptcy Code Bill 2026. 2026 അതായത് റീസെൻ്റ് ആയിട്ട് ഇപ്പോൾ നടക്കുന്ന പാർലമെൻറ്റ് സെഷനിൽ പാർലമെൻറ്റിൽ കൊണ്ടുവന്നിട്ടുള്ള അല്ലെങ്കിൽ പാർലമെൻറ്റ് പാസ്സാക്കിയിട്ടുള്ള ഒരു ബില്ലാണ് ഇൻസോൾവൻസി ആൻഡ് ബാങ്ക്രപ്സി കോഡ് ബിൽ 2026 എന്ന് പറയുന്നത്. സോ നേരത്തെ നമ്മൾ പാസ്സാക്കിയിട്ടുള്ള അല്ലെങ്കിൽ നേരത്തെ തന്നെ പാർലമെൻറ്റ് പാസ്സാക്കിയിട്ടുള്ള ഇൻസോൾവൻസി ആൻഡ് ബാങ്ക്രപ്സി കോഡ് ബില്ലിൻ്റെ ഒരു അമെൻമെൻ്റ് ആണ് ഇപ്പോൾ പാസ്സാക്കിയിരിക്കുന്നത്. ഈ ഒരു അമെൻമെൻറ്റ് വഴി ലാഭകരമാക്കാൻ പറ്റുന്ന ബിസിനസ്സസ് എന്ത് ചെയ്യുക? റെസ്ക്യൂ ചെയ്യുക, ഫൈനാൻഷ്യൽ സ്ട്രെസ് കുറയ്ക്കുക, എൻ്റർപ്രൈസ് വാല്യൂ പ്രിസർവ് ചെയ്യുക എന്നിങ്ങനെയുള്ള ചില അമെൻമെന്റ്സ് എന്ത് ചെയ്തിട്ടുണ്ട്? കൊണ്ടുവന്നിട്ടുണ്ട്. സോ അതിന് വേണ്ടിയിട്ടാണ് ഇൻസോൾവൻസി ആൻഡ് ബാങ്ക്രപ്സി കോഡ് ബിൽ 2026 എന്ത് ചെയ്തിരിക്കുന്നത്? പാസ് ചെയ്തിരിക്കുന്നത്. സോ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ദ ബാവ്സാഗർ സെന്റർ ഇസ് എ നാഷണൽ റിപ്പോസിറ്ററി ഫോർ. സോ ബാവ്സാഗർ സെന്റർ എന്ന് പറയുന്നത് എന്തിനു വേണ്ടിയിട്ടുള്ള നാഷണൽ റിപ്പോസിറ്ററി ആണ് എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. ഓപ്ഷൻ എ ഡെസേർട്ട് സ്പീഷീസ്, ഓപ്ഷൻ ബി ഡീപ് സീ ഫൗന, ഓപ്ഷൻ സി ഹിമാലയൻ ഹെർബ്സ്, ആൻഡ് ഓപ്ഷൻ ഡി സ്പേസ് റോക്സ്. അപ്പോൾ ഭാവ്നഗർ സെൻറ്റർ എന്ന് പറയുന്നത് ഡീപ് സീ ഫൗനയ്ക്ക് വേണ്ടിയിട്ടുള്ള ഒരു നാഷണൽ റിപ്പോസിറ്ററി ആണ്. സോ ഡീപ് സീ ഫൗന അല്ലെങ്കിൽ ഡീപ് സീ സ്പീഷീസിൻ്റെ പ്രൊട്ടക്ഷൻ, കൺസർവേഷൻ ആൻഡ് മറ്റ് കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള നാഷണൽ റിപ്പോസിറ്ററി ആയിട്ട് എന്ത് ചെയ്തിട്ടുണ്ട്? ഇപ്പോൾ ഭാവ്നഗർ സെൻറ്ററിനെ എന്ത് ചെയ്തിട്ടുണ്ട്? ഗവൺമെൻറ് ഡിക്ലെയർ ചെയ്തിട്ടുണ്ട്, അല്ലെങ്കിൽ മിനിസ്ട്രി ഓഫ് എൻവയോൺമെൻറ്റ്, ഫോറസ്റ്റ് ആൻഡ് ക്ലൈമറ്റ് ചേഞ്ച് എന്ത് ചെയ്തിട്ടുണ്ട്? ഡിക്ലെയർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഡീപ് സീ ഫൗനയ്ക്ക് വേണ്ടിയിട്ടുള്ള നാഷണൽ റിപ്പോസിറ്ററി ആണെന്ത്? ഈ ഒരു ഭാവ്നഗർ സെൻറ്റർ എന്ന് പറയുന്നത്. Next question,
who was named as World Archery's Para Archer of the Year. വേൾഡ് ആർച്ചറിയിൽ പാരാ ആർച്ചർ ഓഫ് ദി ഇയർ 2025. സോ 2025 പാരാ ആർച്ചർ ഓഫ് ദ ഇയർ, അതായത് ഡിസേബിൾഡ് ആയിട്ടുള്ള ആൾക്കാരുടെ വേൾഡ് ആർച്ചേഴ്സിൻ്റെ ഇടയിലുള്ള പാരാ ആർച്ചർ ഓഫ് ദി ഇയർ ആയിട്ട് സെലക്ട് ചെയ്തിട്ടുള്ളത് ഇവരിൽ ആരെയാണ് എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. ഓപ്ഷൻ എ ദീപ മാലിക്, ഓപ്ഷൻ ബി ശീതൾ ദേവി, ഓപ്ഷൻ സി അവനി ലെഖാര ആൻഡ് ഓപ്ഷൻ ഡി ഭാവിന പട്ടേൽ. ഇവരിൽ ആരാണ് വേൾഡ് ആർച്ചറീസ് പാരാ ആർച്ചർ ഓഫ് ദി ഇയർ 2025 ആയിട്ട് നെയിം ചെയ്യപ്പെട്ടിരിക്കുന്നത് എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. സോ ദ കറക്റ്റ് ആൻസർ ഈസ് ഓപ്ഷൻ ബി ശീതൾ ദേവി. സോ ശീതൾ ദേവിയാണ് എന്ത് ചെയ്തിട്ടുള്ളത് വേൾഡ് ആർച്ചറീസ് പാരാ ആർച്ചർ ഓഫ് ദി ഇയർ 2025 ആയിട്ട് നെയിം ചെയ്തിരിക്കുന്നത്. ഇനി ശീതൾ ദേവിയുടെ ഇമ്പോർട്ടൻസ് അല്ലെങ്കിൽ ശീതൾ ദേവിക്ക് എന്തുകൊണ്ട് ഈ ഒരു റെക്കഗ്നിഷൻ കൊടുത്തു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ആംലെസ് ആയിട്ടുള്ള, അതായത് കൈകളില്ലാത്ത ലോകത്തിലെയും അതുപോലെ തന്നെ ഇന്ത്യയിലെയും ഫസ്റ്റ് വുമൺ ടു വിൻ എ ഗോൾഡ് മെഡൽ ഇൻ വേൾഡ് ആർച്ചറി ചാമ്പ്യൻഷിപ്പ്. സോ ഗോൾഡ് ഇൻ വേൾഡ് പാരാ ആർച്ചറി ചാമ്പ്യൻഷിപ്പ്, അതായത് പാരാ ആർച്ചേഴ്സിന് വേണ്ടിയിട്ടുള്ള അല്ലെങ്കിൽ വേൾഡ് പാരാ ആർച്ചറി ചാമ്പ്യൻഷിപ്പിൽ ഗോൾഡ് വിൻ ചെയ്യുന്ന ആംലെസ് ആയിട്ടുള്ള വേൾഡിലെയും ഇന്ത്യയിലെയും ഫസ്റ്റ് വുമൺ ആണ് ശീതൾ ദേവി എന്ന് പറയുന്നത്. സോ ശീതൾ ദേവിക്ക് എന്തുകൊണ്ട് വേൾഡ് ആർച്ചറീസ് പാരാ ആർച്ചർ ഓഫ് ദി ഇയർ അവാർഡ് കൊടുത്തു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഷീ ഈസ് ദ വേൾഡ്സ് ആൻഡ് ഇന്ത്യസ് ഫസ്റ്റ് ഫീമെയിൽ ആംലെസ് ആർച്ചർ ടു വിൻ എ ഗോൾഡ് ഇൻ വേൾഡ് പാരാ ആർച്ചറി ചാമ്പ്യൻഷിപ്പ്. സോ വേൾഡ് പാരാ ആർച്ചറി ചാമ്പ്യൻഷിപ്പിൽ ഗോൾഡ് മെഡൽ വിൻ ചെയ്യുന്ന വേൾഡിലെയും അതുപോലെ തന്നെ ഇന്ത്യയിലെയും ഫസ്റ്റ് ആംലെസ് ആർച്ചറാണ് ശീതൾ ദേവി എന്ന് പറയുന്നത്. സോ ശീതൾ ദേവി എന്ന് പറയുന്നത് വെറും 19 വയസ്സ് മാത്രം പ്രായമുള്ള, സോ വെറും 19 ഇയർ ഓൾഡ്, സോ വെറും 19 വയസ്സ് മാത്രം പ്രായമുള്ള ജമ്മു ആൻഡ് കാശ്മീരിൽ നിന്ന് വരുന്ന ഒരു പാരാ ആർച്ചറാണ്. ശീതൾ ദേവിക്ക് എന്തില്ല, 2 കൈകളുമില്ല. ഷീസ് ആംലെസ്, 2 കൈകളുമില്ല. സോ 2 കൈകളും ഇല്ലാതെ വേൾഡ് പാരാ ആർച്ചറി ചാമ്പ്യൻഷിപ്പിൽ ഗോൾഡ് മെഡൽ വിൻ ചെയ്യുന്ന ലോകത്തിലെ ഫസ്റ്റ് ഫീമെയിൽ ആർച്ചർ, അതുപോലെ തന്നെ ഇന്ത്യയിലെയും ഫസ്റ്റ് ഫീമെയിൽ ആർച്ചറാണ് ശീതൾ ദേവി എന്ന് പറയുന്നത്. ആൻഡ് ഷീ കംസ് ഫ്രം ജമ്മു ആൻഡ് കാശ്മീർ ആണ് സ്വദേശം. 19 വയസ്സ് മാത്രമാണ് പ്രായം. ആൻഡ് ഷീ വാസ് സെലക്ടഡ് ആസ് ദി വേൾഡ് ആർച്ചറീസ് പാരാ ആർച്ചർ ഓഫ് ദി ഇയർ 2025. Next question, Lakpati Bitiya Yojana is intended mainly to support. ലാക്പതി ബിട്ടിയ യോജന എന്നുള്ള ഈ ഒരു സ്കീം മെയിൻലി ആരെ സപ്പോർട്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് കൊണ്ടുവന്നിട്ടുള്ളത്? ഓപ്ഷൻ എ വുമൺ എൻ്റർപ്രണേഴ്സ് എബോവ് 40, ഓപ്ഷൻ ബി എൽഡർലി വിൻഡോസ്, ഓപ്ഷൻ സി ഗേൾസ് ഫ്രം ബർത്ത് ടു 21 years ആൻഡ് ഓപ്ഷൻ ഡി ബോയ്സ് ഫ്രം പുവർ ഹൗസ് ഹോൾഡ്സ്. സോ ദ കറക്റ്റ് ആൻസർ ഈസ് ഓപ്ഷൻ സി ഗേൾസ് ഫ്രം ബർത്ത് ടു 21 years. അപ്പോൾ ഈ ഒരു ലാക്പതി ബിട്ടിയ യോജന എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഡൽഹി ഗവൺമെൻറ് വളരെ റീസെൻ്റ് ആയിട്ട് ലോഞ്ച് ചെയ്തിട്ടുള്ള ഒരു സ്കീമാണ് ഈ ഒരു ലാക്പതി ബിട്ടിയ യോജന എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു ലാക്പതി ബിട്ടിയ യോജന എന്തിനു വേണ്ടിയിട്ടാണ് കൊണ്ടുവന്നിരിക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഗേൾ എഡ്യൂക്കേഷൻ, സോ ഗേൾ എഡ്യൂക്കേഷൻ അല്ലെങ്കിൽ വുമൺ എഡ്യൂക്കേഷൻ പ്രൊമോട്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് എന്ത് ചെയ്തിട്ടുള്ളത്, ഈ ഒരു ലാക്പതി ബിട്ടിയ യോജന കൊണ്ടുവന്നിട്ടുള്ളത്. അതായത് വുമൻ്റെ കേസിൽ അല്ലെങ്കിൽ ഗേൾ ചിൽഡ്രൻ്റെ കേസിൽ സ്കൂളിൽ നിന്ന് ഡ്രോപ്പ് ഔട്ട് ആകുന്ന റേഷ്യോ എന്താണ്, വളരെ കൂടുതലാണ്. സോ ഗേൾസ് സ്കൂളിൽ നിന്ന് ഡ്രോപ്പ് ഔട്ട് ആകുന്നത് ഒഴിവാക്കുന്നതിന് വേണ്ടിയിട്ടാണ് എന്ത് ചെയ്തിട്ടുള്ളത്, ഈ ഒരു സ്കീം കൊണ്ടുവന്നിട്ടുള്ളത്. സോ ഈ ഒരു സ്കീം വഴി എന്താ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഫൈനാൻഷ്യൽ സപ്പോർട്ട് എന്ത് ചെയ്യുന്നുണ്ട്, പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. സോ ഈ ലാക്പതി ബിട്ടിയ യോജന വഴി ഫൈനാൻഷ്യൽ സപ്പോർട്ട് എന്ത് ചെയ്യുന്നുണ്ട്, ഗവൺമെൻറ് ഓഫർ ചെയ്യുന്നുണ്ട്. അതായത് ഒരു കുട്ടി ജനിച്ച്, അതായത് ഒരു ഗേൾ ചൈൽഡ് ജനിച്ച് 21 വയസ്സ് അറ്റൈൻ ചെയ്യുന്നത് വരെ ഓരോ ഫേസിലും, അതായത് എഡ്യൂക്കേഷൻ്റെ ഓരോ ഫേസസിലും ഇവരുടെ എഡ്യൂക്കേഷൻ്റെ ഓരോ ഫേസസ് കംപ്ലീറ്റ് ചെയ്യുന്ന അനുസരിച്ചും ഇവരുടെ ബാങ്ക് അക്കൗണ്ടിലേക്ക് എന്ത് ചെയ്യും, ഗവൺമെൻറ് ഡയറക്റ്റായിട്ട് ഒരു ഗഡു നിക്ഷേപിക്കും. അങ്ങനെ 21 ഇയേഴ്സ് വരെ ഇവർ ഗ്രാജുവേഷനും പോസ്റ്റ് ഗ്രാജുവേഷനൊക്കെ കംപ്ലീറ്റ് ചെയ്യുന്നത് വരെ, അല്ലെങ്കിൽ ഗ്രാജുവേഷൻ വരെയെങ്കിലും കംപ്ലീറ്റ് ചെയ്യുന്നത് വരെയുള്ള ടൈം പീരീഡിൽ ഓരോ ഫേസസിലായിട്ട്, ഓരോ എഡ്യൂക്കേഷൻ ഫേസസിലായിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, ഗവൺമെൻറ് ഇവരുടെ ബാങ്ക് അക്കൗണ്ടിലേക്ക് എന്ത് ചെയ്യുന്നുണ്ട്, ഒരു നിശ്ചിത തുക അല്ലെങ്കിൽ ഒരു ഫിക്സഡ് എമൗണ്ട് അല്ലെങ്കിൽ എന്താണ് ഒരു ഗഡു എന്ത് ചെയ്യുന്നുണ്ട്, നിക്ഷേപിക്കുന്നുണ്ട്. ഇതുവഴി ഡ്രോപ്പ് ഔട്ട് റേറ്റ് എന്ത് ചെയ്യുക, കുറയ്ക്കുക. അതായത് ഫൈനാൻഷ്യൽ സപ്പോർട്ട് കൊടുത്തുകൊണ്ട് ഗേൾ ചൈൽഡ് എഡ്യൂക്കേഷൻ, അവരുടെ എഡ്യൂക്കേഷൻ കംപ്ലീറ്റ് ചെയ്യുന്നുണ്ട് എന്ന് ഉറപ്പുവരുത്തുക എന്നുള്ളതാണ് ഈ ഒരു ലാക്പതി ബിട്ടിയ യോജനയുടെ മെയിൻ എയിം എന്ന് പറയുന്നത്. ഇത് ലോഞ്ച് ചെയ്തിരിക്കുന്നത് ഡൽഹി ഗവൺമെൻറ് ആണ്. അപ്പോൾ ഈ ഒരു ലാക്പതി ബിട്ടിയ യോജന എന്ന് പറയുന്നത്
ഡൽഹിയിൽ മിനിമം 3 വർഷം താമസിക്കുന്ന, സോ ഡൽഹിയിൽ മിനിമം 3 വർഷം റിസൈഡ് ചെയ്തിരിക്കുന്ന, സോ മിനിമം 3 വർഷം റിസൈഡ് ചെയ്തിരിക്കുന്ന ഫാമിലീസിൽ ഡൽഹിയിൽ വെച്ച് ജനിക്കുന്ന കുട്ടികൾക്ക്, പെൺകുട്ടികൾക്കാണ് ഈ ഒരു സ്കീം എന്ത് ചെയ്തിരിക്കുന്നത് അവൈലബിൾ ആയിട്ടുള്ളത്. ആൻഡ് ഒരു ഫാമിലിയിൽ 2 ഗേൾ ചൈൽഡിന് വരെ എന്ത് ചെയ്യും, 2 ഗേൾ ചിൽഡ്രന് വരെ ഈ ഒരു സ്കീം എന്താണ് ആപ്ലിക്കബിൾ അല്ലെങ്കിൽ അവൈൽ ചെയ്യാനായിട്ട് സാധിക്കും. സോ ഡൽഹിയിൽ ജനിച്ച കുട്ടിയായിരിക്കണം, അതായത് ഡൽഹിയിലായിരിക്കണം ഈ ഒരു പെൺകുട്ടി ജനിച്ചിരിക്കുന്നത്. ആൻഡ് ആ ഒരു കുട്ടിയുടെ ഫാമിലി എന്ന് പറയുന്നത് ഡൽഹിയിൽ മിനിമം 3 വർഷമെങ്കിലും റിസൈഡ് ചെയ്യുന്നവരായിരിക്കണം. അങ്ങനെയാണെങ്കിൽ അവർക്ക് ഈ ഒരു സ്കീമിനകത്ത് എന്തുണ്ട്, എലിജിബിലിറ്റി ഉണ്ട്. ആൻഡ് ഒരു ഫാമിലിയിലെ 2 ഗേൾ ചൈൽഡിന് വരെ എന്ത് ചെയ്യുന്നുണ്ട്, ഈ ഒരു സ്കീമിനകത്തെ ഈ ഒരു സ്കീം എന്ത് ചെയ്യാൻ സാധിക്കും, അവൈൽ ചെയ്യാൻ സാധിക്കുന്നതായിരിക്കും. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ദ വേൾഡ്സ് ലാർജസ്റ്റ് and first digital census 2027 is which number of census in India since independence? അതായത് ലോകത്തിലെ തന്നെ ഏറ്റവും ലാർജസ്റ്റും അതുപോലെ തന്നെ ഏറ്റവും ഫസ്റ്റ് ഫുള്ളി ഡിജിറ്റൽ സെൻസസ് ആണ് ഇന്ത്യ ഇനി കണ്ടക്ട് ചെയ്യാൻ പോകുന്ന സെൻസസ് 2027. നിങ്ങളെല്ലാവരും കേട്ടിട്ടുണ്ടായിരിക്കും സെൻസസ് 2027. സോ സെൻസസ് 2027ൻ്റെ ഫസ്റ്റ് ഫേസ് എന്ത് ചെയ്തു, ഏപ്രിലിൽ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. സോ സെൻസസ് 2027ൻ്റെ ഫസ്റ്റ് ഫേസ് ഏപ്രിലിൽ സ്റ്റാർട്ട് ചെയ്തു. അപ്പോൾ ഇന്ത്യ കണ്ടക്ട് ചെയ്യുന്ന ഈ സെൻസസ് 2027 ആണ് വേൾഡിലെ തന്നെ ഏറ്റവും ലാർജസ്റ്റും അതുപോലെ തന്നെ ഏറ്റവും ആദ്യമായിട്ടുള്ള ഫുള്ളി ഡിജിറ്റൽ സെൻസസ്. സോ ഇറ്റ് ഈസ് എ ഫസ്റ്റ് ഫുള്ളി ഡിജിറ്റൽ സെൻസസ് ഓഫ് ഇന്ത്യ. ഇന്ത്യയുടെയും ആദ്യത്തെ ഫുള്ളി ഡിജിറ്റൽ സെൻസസ് ആണ്, വേൾഡിലെയും ഫസ്റ്റ് ഫുള്ളി ഡിജിറ്റൽ സെൻസസ് ആണ്, ആൻഡ് വേൾഡിലെ ലാർജസ്റ്റ് ഫുള്ളി ഡിജിറ്റൽ സെൻസസ് ആണ്. അപ്പോൾ സെൻസസ് 2027 ആണ് ഇന്ത്യ കണ്ടക്ട് ചെയ്യുന്ന ആദ്യത്തെ ഫുള്ളി ഡിജിറ്റൽ സെൻസസ്. ആൻഡ് വേൾഡിലെ ലാർജസ്റ്റ് ഫുള്ളി ഡിജിറ്റൽ സെൻസസും ഈ സെൻസസ് 2027 ആണ്. അപ്പോൾ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഈ സെൻസസ് 2027 ഇന്ത്യക്ക് ഇൻഡിപെൻഡൻസ് കിട്ടിയതിന് ശേഷം കണ്ടക്ട് ചെയ്യുന്ന എത്രാമത്തെ സെൻസസ് ആണ് എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. ഓപ്ഷൻ എ 6th, ഓപ്ഷൻ ബി 7th, ഓപ്ഷൻ സി 8th ആൻഡ് ഓപ്ഷൻ ഡി 9th. സോ കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ സി ആണ് 8th. അതായത് ഇന്ത്യക്ക് ഇൻഡിപെൻഡൻസ് കിട്ടിയതിന് ശേഷം കണ്ടക്ട് ചെയ്യുന്ന 8ാമത്തെ സെൻസസ് ആണ് സെൻസസ് 2027. സോ സെൻസസ് 2027 എന്ന് പറയുന്നത് 1947 ഇന്ത്യക്ക് ഇൻഡിപെൻഡൻസ് കിട്ടിയതിന് ശേഷം കണ്ടക്ട് ചെയ്യുന്ന 8ാമത്തെ സെൻസസ് ആണ്. ഇനി ഇന്ത്യയുടെ ഹിസ്റ്ററി നോക്കുകയാണെങ്കിൽ ഇന്ത്യ കണ്ടക്ട് ചെയ്യുന്ന 16ാമത്തെ സെൻസസ് ആയിരിക്കും സെൻസസ് 2027. അതായത് ബ്രിട്ടീഷ് ടൈം മുതലുള്ള കണക്കുകൾ എടുത്തു കഴിഞ്ഞാൽ ഇന്ത്യ കണ്ടക്ട് ചെയ്യുന്ന 16ാമത്തെ സെൻസസ് ആണ് 2027 സെൻസസ്. ഇൻഡിപെൻഡൻസ് കിട്ടിയതിന് ശേഷമുള്ള എത്രാമത്തെ സെൻസസ് ആണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് 8th. അതേസമയം ഇന്ത്യ കണ്ടക്ട് ചെയ്യുന്ന എത്രാമത്തെ സെൻസസ് ആണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് 16th. തിരിഞ്ഞു പോകരുത്. ഇന്ത്യ കണ്ടക്ട് ചെയ്യുന്ന 16ാമത്തെ സെൻസസ് ആണ് സെൻസസ് 2027. ഇൻഡിപെൻഡൻസ് കിട്ടിയതിന് ശേഷം ഇന്ത്യ കണ്ടക്ട് ചെയ്യുന്ന 8ാമത്തെ സെൻസസ് ആണെന്ത് സെൻസസ് 2027 എന്ന് പറയുന്നത്. ആൻഡ് ഈ സെൻസസ് 2027 വേണ്ടിയിട്ട് ഇന്ത്യ ഗവൺമെൻറ് എന്ത് ചെയ്തിട്ടുണ്ട്, മാസ്കറ്റ്സിനെയും ലോഞ്ച് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതായത് ഈ ഡീറ്റെയിൽസ് കളക്ട് ചെയ്യുന്ന മാസ്കറ്റ്സിന് എന്ത് ചെയ്തിട്ടുണ്ട്, അല്ലെങ്കിൽ ഡീറ്റെയിൽസ് എൻലിസ്റ്റ് ചെയ്യാനായിട്ട് വരുന്ന ഈ വർക്കേഴ്സിന് അവരൊരു മാസ്കറ്റ്സിനെ എന്ത് ചെയ്തിട്ടുണ്ട്, രൂപപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ 2 മാസ്കറ്റ്സ് ആണ് സെൻസസ് 2027 വേണ്ടിയിട്ടുള്ളത്. മെയിൽ എന്യൂമറേറ്ററിൻ്റെ പേരെന്ന് പറയുന്നത്, അല്ലെങ്കിൽ മെയിൽ മാസ്കറ്റിൻ്റെ പേരെന്ന് പറയുന്നത് വികാസ് എന്നും, അതുപോലെ തന്നെ ഫീമെയിൽ എന്യൂമറേറ്ററിൻ്റെ പേരെന്ന് പറയുന്നത് പ്രഗതി എന്നുമാണ്. സോ പ്രഗതി ആൻഡ് വികാസ്, ഇതാണ് സെൻസസ് 2027 2 മാസ്കറ്റ്സ് എന്ന് പറയുന്നത്. അതായത് ഡേറ്റാസ് കളക്ട് ചെയ്യാൻ വരുന്ന ഈ 2 എന്യൂമറേറ്റേഴ്സിന് എന്ത് ചെയ്തിട്ടുണ്ട്, അവർ മാസ്കറ്റ്സ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. മെയിൽ എന്യൂമറേറ്റർ മാസ്കറ്റിന്റെ പേരെന്ന് പറയുന്നത് വികാസ് എന്നാണ്. ഫീമെയിൽ എന്യൂമറേറ്ററിന്റെ അല്ലെങ്കിൽ ഫീമെയിൽ മാസ്കറ്റിന്റെ പേരെന്ന് പറയുന്നത് പ്രഗതി എന്നുള്ളതാണ് ഫീമെയിൽ മാസ്കറ്റിന്റെ പേരെന്ന് പറയുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ദ ബുക്ക് ടൈഡ്സ് ഓഫ് ടൈം ഭാരത്സ് ഹിസ്റ്ററി ത്രൂ മ്യൂറൽസ് ഇൻ പാർലമെന്റ് വാസ് റിട്ടൺ ബൈ. സോ ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് ലോഞ്ച് ചെയ്തിരിക്കുന്ന അല്ലെങ്കിൽ ലേറ്റസ്റ്റ് ആയിട്ട് പബ്ലിഷ് ചെയ്തിട്ടുള്ള ഒരു ബുക്കാണ് ടൈഡ്സ് ഓഫ് ടൈം ഭാരത്സ് ഹിസ്റ്ററി ത്രൂ മ്യൂറൽസ് ഇൻ പാർലമെന്റ് വാസ് റിട്ടൺ ബൈ. ആരാണ് ടൈഡ്സ് ഓഫ് ടൈം ഭാരത്സ് ഹിസ്റ്ററി ത്രൂ മ്യൂറൽസ് ഇൻ പാർലമെന്റ് എന്നുള്ള ബുക്ക് റൈറ്റ് ചെയ്തിരിക്കുന്നത് എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. ഓപ്ഷൻ എ സുധാമൂർത്തി, ഓപ്ഷൻ ബി ശശി തരൂർ, ഓപ്ഷൻ സി അമീഷ് ത്രിപാഠി ആൻഡ് ഓപ്ഷൻ ഡി ദേവ്ദത്ത് പട്നായിക്. ഇവരിൽ ആരാണ് ടൈഡ്സ് ഓഫ് ടൈം എന്നുള്ള ഈ ഒരു ബുക്ക് റൈറ്റ് ചെയ്തിരിക്കുന്നത് എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. സോ ദ കറക്റ്റ് ആൻസർ ഈസ് ഓപ്ഷൻ എ സുധാമൂർത്തി. സോ സുധാമൂർത്തി എഴുതിയിരിക്കുന്ന ബുക്കാണെന്ത് ഈ ടൈഡ്സ് ഓഫ് ടൈം
ഭാരത് ഹിസ്റ്ററി ത്രൂ മ്യൂറൽസ് ഇൻ പാർലമെന്റ് എന്നുള്ള ബുക്ക് എന്ന് പറയുന്നത്. ഇനി സുധാമൂർത്തി ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ രാജ്യസഭയിലുള്ള ഒരു നോമിനേറ്റഡ് എം പി ആണ്. സോ രാജ്യസഭയിലേക്ക് റീസെൻ്റ് ആയിട്ട് നോമിനേറ്റ് ചെയ്യപ്പെട്ടിരിക്കുന്ന ഒരു എം പി ആണ് സുധാമൂർത്തി എന്ന് പറയുന്നത്. ഷീസ് എ വെൽ നോൺ എഡ്യൂക്കേറ്റർ. സോ ഒരു വെൽ നോൺ എഡ്യൂക്കേറ്റർ ആണ്. അതുപോലെ തന്നെ ആർട്സിൻ്റെ കാര്യത്തിനകത്തൊക്കെ ഒരുപാട് എക്സ്പേർട്ടീസ് ഉള്ള ഒരു വ്യക്തിയാണ്. അപ്പോൾ സുധാമൂർത്തി രാജ്യസഭയിലെ നോമിനേറ്റഡ് എം പി ആയിട്ടുള്ള സുധാമൂർത്തി എഴുതിയിട്ടുള്ള ബുക്കാണെന്ത് ഈ ഒരു ടൈപ്സ് ഓഫ് ടൈം എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു ബുക്ക് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ പാർലമെന്റ് ബിൽഡിങ്ങിനകത്ത് നമുക്ക് 124 മ്യൂറൽ പാനൽസ് കാണാനായിട്ട് സാധിക്കും. നിങ്ങൾ മ്യൂറൽ പെയിന്റിങ്സ് കേട്ടിട്ടുണ്ടായിരിക്കും. അപ്പോൾ നമ്മുടെ പാർലമെന്റ് ബിൽഡിങ്ങിൻ്റെ പല ലൊക്കേഷൻസിലായിട്ട് 124 മ്യൂറൽ പാനൽസ് അല്ലെങ്കിൽ മ്യൂറൽ പെയിന്റിങ്സ് കാണാനായിട്ട് സാധിക്കും. അപ്പോൾ ഈ മ്യൂറൽ പെയിന്റിങ്സ് എന്ന് പറയുമ്പോൾ ഇൻഡസ് വാലി സിവിലൈസേഷൻ മുതൽ നമ്മുടെ ഇന്ത്യയുടെ ഫ്രീഡം സ്ട്രഗിൾ വരെയുള്ള കാര്യങ്ങൾ ഈ മ്യൂറൽ പെയിന്റിങ്സിനകത്ത് എന്ത് ചെയ്തിട്ടുണ്ട്, ഡെപ്പിക്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇൻഡസ് വാലി സിവിലൈസേഷൻ സ്റ്റാർട്ട് ചെയ്ത് ഇന്ത്യയുടെ ഫ്രീഡം സ്ട്രഗിൾ വരെയുള്ള കാര്യങ്ങൾ എന്ത് ചെയ്തിട്ടുണ്ട്, ഈ 124 മ്യൂറൽ പെയിന്റിങ്സിനകത്തായിട്ട് എന്ത് ചെയ്തിട്ടുണ്ട്, റെപ്രസെന്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇന്ത്യയുടെ ഹിസ്റ്ററി, ഇൻഡസ് വാലി സിവിലൈസേഷൻ മുതൽ ഫ്രീഡം സ്ട്രഗിൾ വരെയുള്ള ഇന്ത്യയുടെ ഹിസ്റ്ററി ഈ പാർലമെന്റിലുള്ള 124 മ്യൂറൽ പാനൽസ് നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഇതിനെ ബേസ് ചെയ്തിട്ടുള്ള ബുക്കാണെന്ത് സുധാമൂർത്തി എഴുതിയിട്ടുള്ള ഈ ഒരു ടൈപ്സ് ഓഫ് ടൈം ഭാരത് ഹിസ്റ്ററി ത്രൂ മ്യൂറൽസ് ഇൻ പാർലമെന്റ് എന്നുള്ള ഈ ഒരു ബുക്ക് എന്ന് പറയുന്നത്. ഇങ്ങനൊരു ബുക്ക് ആരാണ് ലോഞ്ച് ചെയ്തതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ആരാണ് റിലീസ് ചെയ്തതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മുടെ വൈസ് പ്രസിഡന്റ് ആയിട്ടുള്ള CP രാധാകൃഷ്ണൻ. സോ വൈസ് പ്രസിഡന്റ്, ഇന്ത്യയുടെ വൈസ് പ്രസിഡന്റ് ആയിട്ടുള്ള CP രാധാകൃഷ്ണനാണ് ഈ ഒരു ബുക്ക് എന്ത് ചെയ്തത്, റിലീസ് ചെയ്തത്. രാജ്യസഭ MP ആയിട്ടുള്ള സുധാമൂർത്തി എഴുതിയിട്ടുള്ള ഈ ഒരു ബുക്ക് റിലീസ് ചെയ്തത് ഇന്ത്യയുടെ വൈസ് പ്രസിഡന്റ് ആയിട്ടുള്ള CP രാധാകൃഷ്ണനാണ്. Okay, next question. INS Aridhaman, recently seen in news, is best described as. ഇപ്പോൾ റീസെൻ്റ് ആയിട്ട് ന്യൂസിൽ കാണാൻ പറ്റിയ ഒരു ടേമാണ് INS അരിതമൻ എന്ന് പറയുന്നത്. ഈ ഒരു INS അരിതമൻ എന്ന് പറയുന്നത് എന്താണ് എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. ഓപ്ഷൻ എ, ഇന്ത്യസ് ഫസ്റ്റ് ഇൻഡിജീനിയസ്ലി ബിൽഡ് എയർക്രാഫ്റ്റ് കാരിയർ. ഓപ്ഷൻ ബി, എ ന്യൂക്ലിയർ പവേർഡ് ബാലിസ്റ്റിക് മിസൈൽ സബ്മറൈൻ. Option C, a conventional diesel electric attack submarine. And option D, a nuclear powered aircraft carrier under construction. So the correct answer is option B, a nuclear powered ballistic missile submarine. സോ ഒരു ന്യൂക്ലിയർ പവേർഡ് ബാലിസ്റ്റിക് മിസൈൽ സബ്മറൈൻ ആണ് INS അരിതമൻ എന്ന് പറയുന്നത്. ആൻഡ് INS അരിതമൻ എന്ന് പറയുന്നത് ഇന്ത്യയുടെ വെറും 3ാമത്തെ ന്യൂക്ലിയർ പവേർഡ് ബാലിസ്റ്റിക് മിസൈൽ സബ്മറൈൻ ആണ്. അതായത് ഇന്ത്യക്ക് നിലവിൽ INS അരിതമനും കൂടെ ചേർത്തിട്ട് 3 ന്യൂക്ലിയർ പവേർഡ് ബാലിസ്റ്റിക് മിസൈൽ സബ്മറൈൻസ് മാത്രമേ ഉള്ളൂ. അതിൽ ഏറ്റവും റീസെൻ്റ് ആയിട്ട് ആഡ് ചെയ്യപ്പെട്ടതാണ് INS അരിതമൻ എന്ന് പറയുന്നത്. സോ ഇന്ത്യക്ക് വെറും 3 ന്യൂക്ലിയർ പവേർഡ് ബാലിസ്റ്റിക് മിസൈൽ സബ്മറൈൻസ് മാത്രമേ ഉള്ളൂ. അതിൽ 3ാമത്തെയാണെന്ത് INS അരിതമൻ എന്ന് പറയുന്നത്. ആൻഡ് INS അരിതമൻ എന്ന് പറയുന്ന അരിഹൻ ക്ലാസ് ഓഫ് സബ്മറൈൻസ്, അതായത് സബ്മറൈൻസിന്റെ ഒരു ക്ലാസ് ഉണ്ട്, ദാറ്റ് ഈസ് അരിഹൻ ക്ലാസ് ഓഫ് സബ്മറൈൻസ്. അരിഹൻ ക്ലാസ് ഓഫ് സബ്മറൈൻസിനകത്ത് വരുന്ന ഒരു സബ്മറൈൻ, ന്യൂക്ലിയർ പവേർഡ് സബ്മറൈൻ ആണ് INS അരിതമൻ എന്ന് പറയുന്നത്. അപ്പോൾ ഈ അരിഹൻ ക്ലാസ് സബ്മറൈൻസിനകത്ത് ഉള്ള മറ്റ് 2 സബ്മറൈൻസ് ഏതൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഫസ്റ്റ് വൺ ഈസ് INS അരിഹൻ. INS അരിഹന്തായിരുന്നു ഈ ആദ്യത്തെ ഇന്ത്യയുടെ ഫസ്റ്റ് ന്യൂക്ലിയർ പവേർഡ് സബ്മറൈൻ, ബാലിസ്റ്റിക് മിസൈൽ സബ്മറൈൻ എന്ന് പറയുന്ന INS അരിഹന്താണ്. സോ ഇന്ത്യയുടെ കയ്യിലുള്ള അല്ലെങ്കിൽ ഇന്ത്യ അക്യൂർ ചെയ്തിട്ടുള്ള ഫസ്റ്റ് ന്യൂക്ലിയർ പവേർഡ് ബാലിസ്റ്റിക് മിസൈൽ സബ്മറൈൻ എന്ന് പറയുന്നത് INS അരിഹന്താണ്. സോ INS അരിഹന്ത് എന്ന് പറയുമ്പോൾ 2016 എന്ത് ചെയ്തിട്ടുള്ളത്, INS അരിഹന്ത് ഇന്ത്യൻ നേവിയിലേക്ക് അഡ്മിറ്റ് ചെയ്തിട്ടുള്ളത്. അതിനുശേഷം INS അരിഗട്ട് ഉണ്ട്. സോ അതിനുശേഷം INS അരിഗട്ട് എന്ത് ചെയ്തിട്ടുണ്ട്, INS അരിഗട്ടാണ് ഇന്ത്യൻ നേവിയിലേക്ക് എടുത്തിട്ടുള്ള 2ാമത്തെ ന്യൂക്ലിയർ പവേർഡ് ബാലിസ്റ്റിക് മിസൈൽ സബ്മറൈൻ എന്ന് പറയുന്നത്. 2024 എന്ത് ചെയ്യുന്നത്, INS അരിഗട്ട് ഇന്ത്യൻ നേവിയിലേക്ക് എന്ത് ചെയ്യുന്നത്, എടുക്കുന്നത്, അല്ലെങ്കിൽ ഇന്ത്യൻ നേവിയുടെ ഭാഗമാക്കി മാറ്റുന്നത്. അപ്പോൾ INS അരിഹന്ത് 2016 ഇതായിരുന്നു ഇന്ത്യയുടെ ഫസ്റ്റ് ന്യൂക്ലിയർ പവേർഡ് ബാലിസ്റ്റിക് മിസൈൽ സബ്മറൈൻ. അതിനുശേഷം 2024 INS അരിഗട്ട്, ഇതായിരുന്നു നമ്മുടെ 2ാമത്തെ ന്യൂക്ലിയർ പവേർഡ് ബാലിസ്റ്റിക് മിസൈൽ സബ്മറൈൻ. ആൻഡ് തേർഡ് വൺ ഈസ് INS അരിതമൻ, ഇതാണ് നമ്മുടെ 3ാമത്തെ ന്യൂക്ലിയർ പവേർഡ് ബാലിസ്റ്റിക് മിസൈൽ സബ്മറൈൻ എന്ന് പറയുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് ആർ ദി ഫോളോയിങ് പ്രൊട്ടക്റ്റഡ് ഏരിയാസ് is most famous for being the last major stronghold of the critically endangered Great Indian Bustard in the wild. അതായത് ഗ്രേറ്റ് ഇന്ത്യൻ ബസ്റ്റാർഡിൻ്റെ ഗ്രേറ്റ് ഇന്ത്യൻ ബസ്റ്റാർഡ് ഏറ്റവും കൂടുതൽ കാണാൻ സാധിക്കുന്ന
ഒരു ഏരിയ ഏത് പ്രൊട്ടക്റ്റഡ് ഏരിയയിലാണ് നമുക്ക് ഗ്രേറ്റ് ഇന്ത്യൻ ബസ്റ്റാർഡിനെ കൂടുതലായിട്ട് കാണാൻ സാധിക്കുന്നത് എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. ഓപ്ഷൻ എ കിയോലാദിയോ നാഷണൽ പാർക്ക് രാജസ്ഥാൻ, ഓപ്ഷൻ ബി ഡെസേർട്ട് നാഷണൽ പാർക്ക് രാജസ്ഥാൻ, ഓപ്ഷൻ സി ഗിർ നാഷണൽ പാർക്ക് ഗുജറാത്ത് ആൻഡ് ഓപ്ഷൻ ഡി ഹെമീസ് നാഷണൽ പാർക്ക് ലഡാക്ക്. അപ്പോൾ ദ കറക്റ്റ് ആൻസർ ഈസ് ഓപ്ഷൻ ബി ഡെസേർട്ട് നാഷണൽ പാർക്ക് രാജസ്ഥാൻ. ഡെസേർട്ട് നാഷണൽ പാർക്ക് രാജസ്ഥാനിലാണ് നമുക്ക് ഗ്രേറ്റ് ഇന്ത്യൻ ബസ്റ്റാർഡിനെ എന്ത് ചെയ്യാൻ സാധിക്കുന്നത്, ഏറ്റവും കൂടുതൽ കാണാൻ സാധിക്കുന്നത്, അല്ലെങ്കിൽ ഗ്രേറ്റ് ഇന്ത്യൻ ബസ്റ്റാർഡ്സ് ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന ഒരു പ്രൊട്ടക്റ്റഡ് ഏരിയ ആണ് രാജസ്ഥാനിലുള്ള ഡെസേർട്ട് നാഷണൽ പാർക്ക് എന്ന് പറയുന്നത്. സോ ഡെസേർട്ട് നാഷണൽ പാർക്ക് എന്ന് പറയുമ്പോൾ താർ ഡെസേർട്ടിലാണ് നമുക്ക് ഡെസേർട്ട് നാഷണൽ പാർക്ക് കാണാൻ സാധിക്കുന്നത്. സോ ദ ഗ്രേറ്റ് ഇന്ത്യൻ ഡെസേർട്ട് അല്ലെങ്കിൽ താർ ഡെസേർട്ടിലാണ് നമുക്ക് ഈ ഡെസേർട്ട് നാഷണൽ പാർക്ക് ഉള്ളത് രാജസ്ഥാനിലെ. അപ്പോൾ ഈ ഡെസേർട്ട് നാഷണൽ പാർക്കിലാണ് ഗ്രേറ്റ് ഇന്ത്യൻ ബസ്റ്റാർഡ്സിനെ എന്ത് ചെയ്യാൻ സാധിക്കുന്നത്, ഏറ്റവും കൂടുതലായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. ഇനി ഗ്രേറ്റ് ഇന്ത്യൻ ബസ്റ്റാർഡ്സിന്റെ IUCN സ്റ്റാറ്റസ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് ക്രിട്ടിക്കലി എൻഡേഞ്ചേർഡ്. ക്രിട്ടിക്കലി എൻഡേഞ്ചേർഡ് ആണ് ഗ്രേറ്റ് ഇന്ത്യൻ ബസ്റ്റാർഡ്സിന്റെ IUCN സ്റ്റാറ്റസ് എന്ന് പറയുന്നത്. ദ IUCN സ്റ്റാറ്റസ് ഓഫ് ഗ്രേറ്റ് ഇന്ത്യൻ ബസ്റ്റാർഡ്സ് ഈസ് ക്രിട്ടിക്കലി എൻഡേഞ്ചേർഡ്. അതുപോലെ തന്നെ ഗ്രേറ്റ് ഇന്ത്യൻ ബസ്റ്റാർഡിനെ കുറിച്ച് അറിഞ്ഞിരിക്കേണ്ട മറ്റൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം കൂടിയുണ്ട്. ഇറ്റ് ഈസ് എ സ്റ്റേറ്റ് ബേർഡ് ഓഫ് രാജസ്ഥാൻ. രാജസ്ഥാൻ്റെ സ്റ്റേറ്റ് ബേർഡും എന്ത് തന്നെയാണ്, ഇറ്റ് ഈസ് എ ഗ്രേറ്റ് ഇന്ത്യൻ ബസ്റ്റാർഡ്. ഇറ്റ് ഈസ് എ സ്റ്റേറ്റ് ബേർഡ് ഓഫ് രാജസ്ഥാൻ. രാജസ്ഥാൻ്റെ സംസ്ഥാന പക്ഷി സ്റ്റേറ്റ് ബേർഡ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ഗ്രേറ്റ് ഇന്ത്യൻ ബസ്റ്റാർഡ്. 1981 എന്ത് ചെയ്യുന്നത്, ഗ്രേറ്റ് ഇന്ത്യൻ ബസ്റ്റാർഡിനെ രാജസ്ഥാൻ്റെ സ്റ്റേറ്റ് ബേർഡായിട്ട് എന്ത് ചെയ്യുന്നത്, ഡിക്ലെയർ ചെയ്യുന്നത്. ഇനി രാജസ്ഥാനിൽ മാത്രമല്ല നമുക്ക് ഗ്രേറ്റ് ഇന്ത്യൻ ബസ്റ്റാർഡ്സിനെ കാണാനായിട്ട് സാധിക്കുന്നത്, ഗുജറാത്തിൽ ഗ്രേറ്റ് ഇന്ത്യൻ ബസ്റ്റാർഡ്സിനെ നമുക്ക് ലൊക്കേറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ മഹാരാഷ്ട്രയിൽ ഗ്രേറ്റ് ഇന്ത്യൻ ബസ്റ്റാർഡ്സിനെ നമുക്ക് കാണാൻ സാധിക്കും. ഈവൻ ദോ സ്മോളർ ഇൻ നമ്പർ, കുറച്ചെണ്ണയുള്ളെങ്കിലും മഹാരാഷ്ട്രയിൽ നമുക്ക് എന്ത് ചെയ്യാൻ സാധിക്കും, ഗ്രേറ്റ് ഇന്ത്യൻ ബസ്റ്റാർഡ്സിനെ കാണാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ കർണാടകയിലും ഗ്രേറ്റ് ഇന്ത്യൻ ബസ്റ്റാർഡ്സിൻ്റെ പ്രസൻസ് ഉണ്ട്. അതുപോലെ തന്നെ ആന്ധ്രാപ്രദേശിലൊന്നുണ്ട് ഗ്രേറ്റ് ഇന്ത്യൻ ബസ്റ്റാർഡ്സിൻ്റെ പ്രസൻസ് ഉണ്ട്. സോ ആരിഡ് റീജിയൻസിൽ അല്ലെങ്കിൽ ഡ്രൈ ഏരിയാസിലാണ് നമുക്ക് എന്ത് കാണാൻ സാധിക്കുന്നത്, ഈ ഒരു ഗ്രേറ്റ് ഇന്ത്യൻ ബസ്റ്റാർഡ്സിനെ കാണാൻ സാധിക്കുന്നത്. സോ ആരിഡ് ഏരിയാസ് അല്ലെങ്കിൽ ഡ്രൈ ആയിട്ടുള്ള ഏരിയാസിലാണ് നമുക്ക് ഈ ഒരു ഗ്രേറ്റ് ഇന്ത്യൻ ബസ്റ്റാർഡ്സിനെ കാണാനായിട്ട് സാധിക്കുന്നത്. സോ ഏറ്റവും കൂടുതൽ കാണാൻ സാധിക്കുന്നത്, ഏറ്റവും കൂടുതൽ നമ്പേഴ്സ് ഉള്ളത് ഡെസേർട്ട് നാഷണൽ പാർക്ക് രാജസ്ഥാനിലാണ്. പക്ഷേ ഡെസേർട്ട് നാഷണൽ പാർക്ക് രാജസ്ഥാനിൽ മാത്രമല്ല ഗ്രേറ്റ് ഇന്ത്യൻ ബസ്റ്റാർഡ്സ് ഉള്ളത്, ഗുജറാത്തിലും മഹാരാഷ്ട്രയിലും കർണാടകയിലും ആന്ധ്രാപ്രദേശിലും ഉണ്ട്. ഈവൻ ദോ ദേ ആർ ലെസ് ഇൻ നമ്പർ, എണ്ണത്തിൽ കുറവാണെങ്കിലും ഈ ഏരിയാസിലും കാണാൻ സാധിക്കും. ഏറ്റവും കൂടുതൽ പോപ്പുലേഷൻ നമുക്ക് കാണാൻ സാധിക്കുന്നത് ഡെസേർട്ട് നാഷണൽ പാർക്ക് രാജസ്ഥാനിലാണ്. ആൻഡ് ഇതിൻ്റെ IUCN സ്റ്റാറ്റസ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ക്രിട്ടിക്കലി എൻഡേഞ്ചേർഡ്. അപ്പോൾ ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ് ഇന്നത്തെ ഈ ഒരു സെഷനിൽ ഡിസ്കസ് ചെയ്യാനായിട്ട് നമ്മൾ സെലക്ട് ചെയ്തിരുന്നത്. കൂടുതൽ ക്വസ്റ്റ്യൻസുമായിട്ട് നെക്സ്റ്റ് വീക്കിൽ വീണ്ടും മീറ്റ് ചെയ്യാം. താങ്ക് യു.